ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു Q&A സെക്ഷനാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന സെക്ഷനാണ് ഇത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പൊസിഷൻ റെഫേഴ്സ് ടു ആൻഡ് വി ഹാവ് ഫോർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ, the legal title to a property, physical control. Option C is ownership right and option D is the transfer of property right. So correct answer വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഫിസിക്കൽ കൺട്രോൾ ആണ് പൊസഷൻ എന്ന് വെച്ചാൽ. അതെന്താ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. Possession in legal terms refers to the physical control or custody of an object or property, whether or not the person has ownership of it. അതായത് ഇപ്പൊ നമ്മളൊരു സാധനം പൊസസ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഞാൻ പറയും ഓക്കെ, എന്റെ കയ്യിൽ അതിന്റെ പൊസഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. ബട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഞാൻ അതിന്റെ ഓണർ ആണ് എന്നുള്ളത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഞാൻ വാടകയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? എന്റെ കയ്യിൽ ആ സാധനത്തിന്റെ പൊസഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. മറിച്ച് അതിന്റെ ഓണർ ഞാനാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ പൊസഷൻ എന്ന് പറഞ്ഞാല് ജസ്റ്റ് ആ ഒരു ഫിസിക്കലി നമ്മുടെ കയ്യിൽ ആ ഒരു കാര്യം ഇരിക്കുന്നത്, ആ ഒരു ഫിസിക്കൽ കൺട്രോളിനെ മാത്രമാണ് നമ്മൾ പൊസഷൻ എന്ന് പറയുന്നത്. സോ പൊസഷൻ ഇൻ ലീഗൽ ടേംസ് റെഫേഴ്സ് ടു ദ ഫിസിക്കൽ കൺട്രോൾ ഓർ കസ്റ്റഡി. ഇനി എന്റെ അവകാശമാണ് അല്ലെങ്കിൽ എന്റെ ലീഗൽ റൈറ്റ് ഉണ്ടെന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് വരണം? അവിടെ ഓണർഷിപ്പ് വരണം. ഓക്കെ, സോ ദിസ് ഓണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ? ദിസ് മീൻസ് ഹാവിംഗ് ദ ലീഗൽ റൈറ്റ് ടു ദ പ്രോപ്പർട്ടി, യു ആർ ദി ലോഫുൾ ഓണർ. പക്ഷെ പൊസഷന്റെ കേസ് വരുമ്പോൾ നമ്മളുടെ കയ്യിൽ ആ ഫിസിക്കൽ കൺട്രോൾ മാത്രമേ ഉള്ളൂ. വി ആർ നോട്ട് ദി ഓണേഴ്സ്. ഓക്കെ, പൊസഷൻ എന്താണ്? ദിസ് മീൻസ് ഹാവിംഗ് കൺട്രോൾ ഓർ കസ്റ്റഡി ഓവർ ദ പ്രോപ്പർട്ടി. You may use or hold it even if you don't legally own it. നമ്മളുടെ കയ്യിൽ ആ സാധനം ഉണ്ടാകും, അതിന്റെ കൺട്രോളോ അല്ലെങ്കിൽ കസ്റ്റഡിയോ നമ്മളുടെ കയ്യിൽ ഉണ്ടാകും. ഈവൻ ഇഫ് നമ്മൾ ഇത് ലീഗലി ഓൺ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും നമ്മളുടെ കയ്യിൽ അത് ഉണ്ടാകും. അതിനാണ് പൊസഷൻ എന്ന് പറയുന്നത്. സോ സിംപ്ലി അതെന്താണ്? ഒരു ഫിസിക്കൽ കൺട്രോൾ മാത്രമാണ്. ഒരു എക്സാമ്പിൾ ആണ്, if you borrow your friend's bike, you have possession of it because it is under your physical control, but you do not own it because the legal title still belongs to your friend. Okay, ഞാനിപ്പോ ഒരു ഫ്രണ്ടിന്റെ ബൈക്ക് ഞാൻ വാങ്ങിക്കുകയാണ്, എങ്ങോട്ടേലും പോകാൻ വേണ്ടി ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ബൈക്ക് വാങ്ങിയെന്ന് വെച്ചോ. അപ്പൊ ഇപ്പൊ അതിന്റെ പൊസിഷൻ ആരുടെ കയ്യിലാണ്? എന്റെ കയ്യിലാണ്. ബിക്കോസ് അത് എന്റെ ഫിസിക്കൽ കൺട്രോളിന്റെ ഉള്ളിലാണ് ആ ബൈക്ക് ഇരിക്കുന്നത്. പക്ഷെ അതിന്റെ ഓണർ ആരല്ല? ഞാനല്ല. ബിക്കോസ് അതിന്റെ ലീഗൽ ടൈറ്റിൽ ഇപ്പോഴും എന്റെ ഫ്രണ്ടിനാണ്. സോ അതാണ് ഒരു എക്സാമ്പിൾ. സോ പൊസിഷൻ ഈക്വൽ ടു ഫിസിക്കൽ കൺട്രോൾ, നോട്ട് ഓണർഷിപ്പ് ഓർ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്. അവിടെ റൈറ്റോ അല്ലെങ്കിൽ ഓണർഷിപ്പോ ട്രാൻസ്ഫർ ആകുന്നില്ല, പകരം ജസ്റ്റ് ഫിസിക്കൽ കൺട്രോൾ മാത്രമാണ് പൊസഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് റൂൾ ഇന്റർപ്രിട്ടേഷൻ ഡീൽസ് വിത്ത് ദ ഒബ്ജക്റ്റ് ആൻഡ് പേർപ്പസ് ഓഫ് ലോ. അപ്പൊ നമുക്കറിയാം ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഇതിന്റെ ടോപ്പിക്കിന് അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ 2-3 എണ്ണം. സോ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം നമ്മുടെ ലെജിസ്ലേച്ചർ ആണ് ലോസ് ഉണ്ടാക്കുന്ന ബോഡി എന്ന് പറഞ്ഞാല്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ 3 മെയിൻ ബോഡീസ് ആണ് നമുക്കുള്ളത്. അതിനകത്ത് ഈ ലെജിസ്ലേച്ചർ ആണ് ലോസ് മേക്ക് ചെയ്യുന്നത്. ആൻഡ് അത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ആരുടെ ജോലിയാണ്? ജുഡീഷ്യറി അല്ലെങ്കിൽ ജഡ്ജസിന്റെ ജോലിയാണ് ഈ പറഞ്ഞ ലോസ് ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ലെജിസ്ലേച്ചർ ലോസ് ഉണ്ടാക്കി വെക്കും, ആൻഡ് പിന്നെ ഓരോ കേസുകൾ അനുസരിച്ച്, ഇപ്പൊ നമുക്കറിയാം ഓരോ കേസ് വരുമ്പോഴും അതിന്റെ ഓരോ ഫാക്റ്റും അതുപോലെ തന്നെ ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ലോസ് ഇന്റർപ്രറ്റ് ചെയ്ത് അതിലേക്ക് എനാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്റർപ്രിട്ടേഷൻ ജുഡീഷ്യറിയുടെ ജോലിയാണ്. അപ്പൊ ആ സമയത്ത് ഈ ലോന്റെ ഒബ്ജക്റ്റും അതുപോലെ തന്നെ പേർപ്പസും നോക്കിയിട്ട് എനാക്ട് ചെയ്യുന്ന ഏത് റൂൾ അനുസരിച്ചിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫ്രം ദ വേർഡ് നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പേർപ്പസീവ് റൂൾ ആണ്. ഒബ്ജക്റ്റ്, പേർപ്പസ്, അതെന്താണ്? പേർപ്പസീവ് റൂള് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ആക്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റും പേർപ്പസും നോക്കിയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പേർപ്പസീവ് റൂൾ ആണ്. എക്സ്പ്ലനേഷൻ ആണ്, the purposive rule of interpretation is used by judges to understand the object, intention and purpose behind the law. അതായത് ഇപ്പൊ ഒരു ലോ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇപ്പൊ ഞാനൊരു ജഡ്ജായി ഞാൻ എന്ത് ചെയ്യാണ്?
ഒരു ലോ ഇന്റർപ്രറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. സോ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ലോ ആണ്. വായിക്കുമ്പോൾ 2-3 അർത്ഥങ്ങളൊക്കെ വരികയോ അല്ലെങ്കിൽ കുറച്ച് ആംബിഗ്യസ് ആയിട്ടുള്ള ഒരു ലോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് നോക്കാൻ പറ്റും? ദാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലോ വന്നിട്ടുള്ളത്, വാട്ട് വാസ് ദ പേർപ്പസ് അല്ലെങ്കിൽ വാട്ട് വാസ് ദി ഒബ്ജക്ട് ഫോർ മേക്കിംഗ് സച്ച് എ ലോ എന്നുള്ളത് നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ആ പറയുന്ന റൂളാണ് പേർപ്പസീവ് റൂൾ. ഇറ്റ് ഫോക്കസസ് ഓൺ വൈ ദ ലോ വാസ് മെയ്ഡ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ലോ ഉണ്ടാക്കിയത്. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അന്ന് ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ലോ കൊണ്ടുവന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതൊരു ഒഫൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ലോ എന്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ അത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കാരണം ആ സമയത്ത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കെട്ടിക്കുന്നുണ്ടായി, അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലോ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം. അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് പേർപ്പസീവ് റൂൾ എന്ന് പറയുന്നത്. ആ എന്തിനു വേണ്ടിയിട്ട് ലോ ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കി ഞാൻ അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് പേർപ്പസീവ് റൂൾ എന്ന് പറയുന്നത്. ഇറ്റ് സ്പിരിറ്റ് ആൻഡ് ഗോൾ റാദർ ദാൻ ജസ്റ്റ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ വേർഡ്സ്. ജസ്റ്റ് ആ വേർഡ്സ് പറയുന്നത് കൊണ്ടല്ല, എന്നുവെച്ചാൽ നമ്മൾ ലിറ്ററലി ഇന്റർപ്രറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലിറ്ററലി അതിന്റെ മീനിങ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് എന്താണോ വേർഡ്സ് പറയുന്നത് അതുപോലെ തന്നെ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ് ഈ ലിറ്ററൽ മീനിങ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പകരം നമ്മൾ അതിന്റെ ഒബ്ജക്റ്റും ഇന്റൻഷനും പേർപ്പസ് ഒക്കെ നോക്കിയിട്ട് എടുക്കുന്നതിനാണ് പേർപ്പസീവ് റൂൾ എന്ന് പറയുന്നത്. ഒരു ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിറ്ററൽ റൂൾ നോക്കുകയാണെങ്കിൽ എന്താണ്? Judges interpret the words in their ordinary or plain meaning, even if the result seems unfair or illogical. അതായത് ഇപ്പം ചില ലോസ് അൺഫെയർ ആയിട്ടോ അല്ലെങ്കിൽ ഇല്ലോജിക്കൽ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ആ ഒരൊറ്റ മീനിങ് മാത്രമേ ആ ഒരു ലോ തരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ജഡ്ജ് അങ്ങനെ തന്നെ ആ ഒരു ലിറ്ററൽ മീനിങ് കൊടുത്ത് തന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് തന്നെ വേണം. അതായത് എക്സാക്ട് വേർഡ്സ് യൂസ് ചെയ്ത് തന്നെ ഇന്റർപ്രറ്റ് ചെയ്യണം. അതിനാണ് ലിറ്ററൽ റൂൾ എന്ന് പറയുന്നത്. ആ ലിറ്ററലി ആ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് പേർപ്പസീവ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Judges look at the purpose or intent of the law to ensure that the interpretation fulfills the legislative intent and objectives of the act. അതായത് ലെജിസ്ലേച്ചർ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ലോ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ ഒരു ആക്ട് എനാക്ട് ചെയ്തത് എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് പേർപ്പസീവ് റൂൾ എന്ന് പറയുന്നത്. ദ റീസൺ ആൻഡ് പേർപ്പസ് ബിഹൈൻഡ് ദ ലോ നോക്കി ചെയ്യുന്നു. ഇനി സ്ട്രിക്റ്റ് കൺസ്ട്രക്റ്റീവ് റൂൾ എന്ന് പറഞ്ഞാൽ അത് യൂഷ്വലി വരുന്നത് ക്രിമിനൽ അല്ലെങ്കിൽ ടാക്സ് ലോസിലാണ്. അവിടെ നമ്മൾ ഒരു കാരണം ക്രിമിനൽ അല്ലെങ്കിൽ ടാക്സ് ലോസിൽ എന്താണ്, എന്തെങ്കിലും കാര്യം ചെയ്തില്ലെങ്കിൽ അതിന്റെ പണിഷ്മെന്റ്സും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം. ഈവൻ അവിടെയും ഈ ആംബിഗിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അൺഫെയർനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നാലും നമ്മൾ അതൊന്നും മൈൻഡ് ആക്കാതെ ആ ഒരു ലിറ്ററൽ മീനിങ് എടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. Interpretation is done narrowly ആണ് often used in criminal or tax laws where laws are applied strictly as written. എന്താണോ എഴുതിയേക്കുന്നത് അതുപോലെ തന്നെ. ഇതപ്പം നിങ്ങളൊരു ക്രിമിനൽ ലോ ഇതാക്കാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പണിഷ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അത് തെറ്റിച്ചാൽ നമുക്കൊരു ഇളവ് കൊടുക്കാതെ എന്താണോ പണിഷ്മെന്റ് പറഞ്ഞത് സ്ട്രിക്ട്ലി നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നെക്സ്റ്റ് ഇസ് നോസ്കിറ്റർ ഒസോക്കസ്. ഇതൊരു ലാറ്റിൻ മാക്സിം ആണ്. The Latin phrase means a word is known by the company it keeps. അതായത് ഇപ്പം ചില വേർഡ്സ് ആംബിഗ്യസ് ആയിട്ട് വരും, അതായത് നമുക്ക് അതിന്റെ അർത്ഥം അറിയാതോ അല്ലെങ്കിൽ 2-3 മീനിങ് തരുന്ന ഒരു വേർഡ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിന്റെ മീനിങ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ ചുറ്റുമുള്ള വാക്കുകളുടെ ഹെൽപ്പോട് കൂടി അത് ഉപയോഗിച്ച് നമുക്ക് എന്താണ് ആ ഒരു വാക്കുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു മാക്സിം ആണ് നോസ്കിറ്റർ ഒസോക്കസ്. A word is known by the company it keeps. It is used to interpret ambiguous words by referring to the context or surrounding words. എന്ത് കോണ്ടെക്സ്റ്റിലാണ് ആ ഒരു വേർഡ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വേർഡിന്റെ ചുറ്റും നിൽക്കുന്ന വേർഡ്സ് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വേർഡ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോസ്കിറ്റർ ഒസോക്കസ് എന്ന് പറഞ്ഞേക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, if a law says no vehicles in the park, ഒരു വെഹിക്കിളും പാർക്കില് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ലോ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നോ വെഹിക്കിൾസ് ഇൻ ദ പാർക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. അണ്ടർ ലിറ്ററൽ റൂൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? ഒരു വെഹിക്കിളും ഈവൻ ആൻ ആംബുലൻസ് വുഡ് ബി ബാൻഡ്. കാരണം ആംബുലൻസ് ഒരു വെഹിക്കിൾ അല്ലേ, അതും കൊണ്ടുവരാൻ പാടില്ല എന്നാക്കും. പക്ഷെ നമ്മൾ പേർപ്പസീവ് റൂൾ അവിടെ ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? ദ പേർപ്പസ് ടു എൻഷുർ പീസ് ആൻഡ് സേഫ്റ്റി ഈസ് കൺസിഡേർഡ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ദറ്റ് വെഹിക്കിള് പാർക്കിൽ വരാൻ പാടില്ല എന്നുള്ളത്? അതിന്റെ പേർപ്പസ് ആലോചിക്കും. ഫോർ എൻഷുറിങ് ദ പീസ് ആൻഡ് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ദാറ്റ്
പാർക്കിൽ ഇത് കൊണ്ടുവരരുത് എന്നുള്ളത്. സോ ആംബുലൻസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് വെഹിക്കിളിന് എന്താണ് മൈറ്റ് ബി അലൗഡ്, കാരണം അതങ്ങനെ അനാവശ്യമായിട്ട് വരുന്നതല്ല. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പീസും സേഫ്റ്റിയും എൻഷുർ ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും ആംബുലൻസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് വെഹിക്കിൾ വരുന്നത്. സോ ദാറ്റ് ക്യാൻ ബി അലൗഡ്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ലിറ്ററൽ റൂൾ എന്ന് പറയുമ്പോൾ അതിന്റെ ആക്ച്വൽ മീനിങ് നമ്മൾ എടുക്കണം, പക്ഷെ പേർപ്പസീവ് റൂൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റും പേർപ്പസും നോക്കി നമ്മൾ എടുത്താൽ മതി. Therefore, the purposive rule deals with the object and purpose of a law. Next, the third question ആണ് the principle noscitur associs means. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അത്? 4 ഓപ്ഷൻസ് ഉണ്ട്. Words are known by the company they keep. Words should be read in their plain literal sense. The meaning of the word depends on its context. അപ്പൊ ഇതിനകത്ത് ബോത്ത് എ ആൻഡ് സി ആണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കാരണം വേർഡ്സ് ആർ നോൺ ബൈ ദ കമ്പനി ദേ കീപ്പും അതിന്റെ അർത്ഥത്തിൽ വരും. അതുപോലെ തന്നെ ദ മീനിങ് ഓഫ് എ വേർഡ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് കോണ്ടെക്സ്റ്റും അതിൽ തന്നെ നോസ്കിറ്റർ അസോക്കീസിൽ വരുന്നതാണ്. അതൊരു മാക്സിം ആണ്, ഒരു ലാറ്റിൻ മാക്സിം ആണ്. Explanation. The Latin maxim noscitur associs means a word is known by the company it keeps. This principle of interpretation helps to understand the meaning of an ambiguous word by looking at the context of the surrounding words in the sentence of statute. ഒരു ആംബിഗ്യസ് ആയിട്ട്, അതായത് ഒന്നുകിൽ നമുക്ക് അർത്ഥം മനസ്സിലാകാത്തയോ അല്ലെങ്കിൽ 2-3 മീനിങ് തരുന്ന ഒരു വേർഡ് ആണെന്ന് വിചാരിച്ചോ. അപ്പം അതിന്റെ അർത്ഥം നമുക്ക് അതിന് ചുറ്റുമുള്ള വേർഡ്സ് ഉപയോഗിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് നോസ്കിറ്റർ അസോക്കീസിൽ പറയുന്നത്. അതിന്റെ നമുക്കൊരു ഇത് നോക്കാം. ആ 2 ഓപ്ഷൻസ് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് പറയാം. വേർഡ്സ് ആർ നോൺ ബൈ ദ കമ്പനി ദേ കീപ്. ദിസ് ഈസ് ദ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഓഫ് നോസ്കിറ്റർ അസോക്കീസ്. നോസ്കിറ്റർ അസോക്കീസിന്റെ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ ഇതാണ്. ആൻഡ് ദ വേർഡ്സ് ആർ നോൺ ബൈ the company they keep എന്നുള്ളതാണ് അതിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ. ഇറ്റ് മീൻസ് ദാറ്റ് വെൻ എ വേർഡ് ഇസ് അൺക്ലിയർ ആവുന്ന സമയത്ത് ഇറ്റ്സ് മീനിങ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ലുക്കിംഗ് അറ്റ് ദ വേർഡ്സ് അറൌണ്ട് ഇറ്റ്. പക്ഷേ നമ്മൾ ഒരു ബ്രോഡ് വേയിൽ നോക്കുമ്പോൾ ഇതും അതിന്റെ ഉള്ളിൽ തന്നെ വരും. ദ മീനിങ് ഓഫ് എ വേർഡ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. ദിസ് എക്സ്പ്ലെയിൻസ് ഹൗ ദ റൂൾ വർക്ക്സ്, എങ്ങനെയാണ് റൂള് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ ദ കോണ്ടെക്സ്റ്റ് ഡിറ്റർമൈൻസ് ദ ട്രൂ മീനിങ് ഓഫ് എ വേർഡ്. നമുക്കൊരു എക്സാമ്പിൾ വഴി അത് ഒന്നും കൂടി മനസ്സിലാക്കാം. ഇഫ് എ ലോ സേസ് ഡോഗ്സ്, കാറ്റ്സ് ആൻഡ് അതർ ആനിമൽസ് ആർ നോട്ട് അലൗഡ്. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്ന ഡോഗും കാറ്റും അതർ ആനിമലും ആർ നോട്ട് അലൗഡ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ഈ അതർ ആനിമൽ, അല്ലെങ്കിൽ ഏതൊക്കെ ആയിരിക്കും ഈ അതർ ആനിമൽ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അതിന് നമുക്ക് ഈ പറഞ്ഞ ഡോഗ്സ് ആൻഡ് കാറ്റ് അല്ലെ, ഇവരിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ലാറ്റിൻ മാക്സിമത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ അതർ വേർഡ്സ് എന്നുള്ളതൊരു ആംബിഗ്യസ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ്. ഇതിന്റെ അർത്ഥം നമുക്ക് ഈ ഡോഗ്സ് ആൻഡ് കാറ്റ്സ് എന്നുള്ള വേർഡ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹിയർ ദ വേർഡ് അതർ ആനിമൽസ് ഷുഡ് ബി ഇന്റർപ്രറ്റഡ് ഇൻ ദ സെയിം കോണ്ടെക്സ്റ്റ്. ഓക്കെ, സെയിം കോണ്ടെക്സ്റ്റിൽ എടുക്കണം ആസ് ഡോഗ്സ് ആൻഡ് കാറ്റ്സ്. മീനിങ് ഡോഗ്സും കാറ്റ്സും ഒക്കെ എന്താണ്? ഡൊമസ്റ്റിക് ആനിമൽസ് ആണ്, വൈൽഡ് ആനിമൽസ് അല്ല. വിച്ച് മീൻസ് ഡൊമസ്റ്റിക് ആനിമൽസ് ആർ നോട്ട് അലൗഡ് എന്നാണ് ഈ ഒരു ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് നോസ്കിറ്റർ അസോക്കീസ്. ഇൻ ഷോർട്ട്, പേർപ്പസ് എന്താണ്? ടു അവോയ്ഡ് മിസ് ഇന്റർപ്രിട്ടേഷൻ ബൈ യൂസിങ് കോണ്ടെക്സ്റ്റ്. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉപയോഗിച്ച് നമുക്ക് മിസ് ഇന്റർപ്രിട്ടേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും? വേർഡ്സ് ആർ ഇന്റർപ്രറ്റഡ് ടുഗെദർ ആണ്. സോ നോട്ട് ഇൻ ഐസൊലേഷൻ, ഒറ്റയ്ക്കല്ല, പകരം ടുഗെദർലി നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുകയാണ്. സോ ഹെൻസ് ഇവിടെ ആൻസർ വരുന്നത് എയും സിയും കറക്റ്റ് ആയിട്ട് നോസ്കിറ്റർ അസോക്കീസ് എന്താന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ദ ഇജുസ്റ്റം ജനറിസ് റെഫേഴ്സ് ടു. ഇജുസ്റ്റം ജനറിസിന്റെ മീനിങ് എന്താണ്? ദ മീനിങ് ഓഫ് സ്പെസിഫിക് വേർഡ്സ്, ദ ഇന്റൻഷൻ ഓഫ് ദ ലെജിസ്ലേച്ചർ, ഓപ്ഷൻ സി ദ സ്കോപ്പ് ഓഫ് ആംബിഗ്യസ് വേർഡ്സ്, ഓപ്ഷൻ ഡി ദ ഇഫക്റ്റ് ഓഫ് റിപ്പീറ്റഡ് ലോസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദ സ്കോപ്പ് ഓഫ് ആംബിഗ്യസ് വേർഡ്സ് എന്നാണ്. എക്സ്പ്ലനേഷൻ നോക്കാം. Ejusdem generis is a rule of statutory interpretation which means of the same kind or class. അതായത് ഒരേ കൈൻഡ് അല്ലെങ്കിൽ ഒരേ ക്ലാസ്സിൽ വരുന്നതിനാണ് നമ്മൾ ഇജുസ്ഡം ജനറിസ് എന്ന് പറയുന്നത്. ഇതും ഒരു ലാറ്റിൻ മാക്സിം തന്നെയാണ്.
When a law lists specific words followed by general words, the general words are interpreted to include only items of the same type of the specific ones. അതായത് ലോയിൽ ആദ്യം കുറച്ച് സ്പെസിഫിക് വേർഡുകൾ പറയും, അതിനുശേഷം ഒരു ജനറൽ വേർഡും പറയും. ഓക്കെ, ആദ്യം സ്പെസിഫിക് വേർഡ് പറയണം, അതിനെ ഫോളോ ചെയ്ത് ഒരു ജനറൽ വേർഡും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജനറൽ വേർഡ് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സ്പെസിഫിക് വേർഡ്. ആ സ്പെസിഫിക് വേർഡിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയായിരിക്കും ഈ ജനറൽ വേർഡിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതാണ് ഓഫ് ദ സെയിം കൈൻഡ് ഓർ ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. കാർസ്, ട്രക്സ്, മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് അതർ വെഹിക്കിൾസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഈ കാറ്, ട്രക്ക്, മോട്ടോർ വെഹിക്കിൾ ഒക്കെ എന്താണ്? ദീസ് ആർ സ്പെസിഫിക് വേർഡ്സ്. ഇവിടെ ഓരോന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതർ വെഹിക്കിൾ എന്ന് പറയുന്നതോ അതൊരു ജനറൽ ടേം ആണ്. സോ ദ ടേം അതർ വെഹിക്കിൾസ് വിൽ ബി ഇന്റർപ്രറ്റഡ് ടു മീൻ സിമിലർ ലാൻഡ് ബേസ്ഡ് മോട്ടോർ വെഹിക്കിൾ. കാറും ട്രക്കും മോട്ടോർ സൈക്കിൾസ് ഒക്കെ എന്താണ്? ലാൻഡിൽ കൂടി പോകുന്ന അല്ലെങ്കിൽ ലാൻഡിൽ കൂടി സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ്. സോ അതർ വെഹിക്കിൾ കൊണ്ട് നമുക്ക് അതേപോലത്തെ സിമിലർ ലാൻഡ് ബേസ്ഡ് മോട്ടോർ വെഹിക്കിൾസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നോട്ട് ബോട്ട്സ് ഓർ എയർപ്ലെയിൻസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും. വൈ ദി കറക്റ്റ് ഓപ്ഷൻ ഇസ് ദ സ്കോപ്പ് ഓഫ് ആംബിഗ്വസ് വേർഡ്സ്. എന്തുകൊണ്ടാണ് ദ സ്കോപ്പ് ഓഫ് ആംബിഗ്വസ് വേർഡ്സ് കറക്റ്റ് ഓപ്ഷൻ ആയത്? Aegisdum generis helps interpret ambiguous general words by restricting them to the same category as the specific words mentioned before them. Aegisdum generis എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഇന്റർപ്രറ്റിംഗ് ആംബിഗ്വസ് ജനറൽ വേർഡ്സ്. ആംബിഗ്വസ് ജനറൽ വേർഡ്സ് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Aegisdum generis ഹെൽപ്പ് ചെയ്യുന്നത്. ബൈ റെസ്ട്രിക്റ്റിംഗ് ദം ടു ദ ഒരേ കാറ്റഗറിയിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്തിട്ട്, ആസ് ദ സ്പെസിഫിക് വേർഡിന്റെ അതേ കാറ്റഗറിയിൽ ഈ ജനറൽ വേർഡിനെ റെസ്ട്രിക്ട് ചെയ്തിട്ട് അതിന്റെ മീനിങ് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ദ സ്കോപ്പ് ഓഫ് ആംബിഗ്വസ് വേർഡ്സ് എന്ന് ഉള്ളത് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ദ സ്കോപ്പ് ഓഫ് ആംബിഗ്വസ് വേർഡ്സ് കണ്ടെത്താനായിട്ട്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ദ ഫാദർ ഓഫ് അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ്. ഇനി നമ്മൾ ജൂറിസ്പ്രുഡൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇത്രയും നേരം നമ്മൾ ഇന്റർപ്രിട്ടേഷൻ നോക്കി, ഇനി കുറച്ച് ജൂറിസ്പ്രുഡൻസ് ആണ്. ദ ഫാദർ ഓഫ് അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ് ആരാണ്? ജെർമി ബെന്താം, ജോൺ ഓസ്റ്റിൻ, എച്ച്.എൽ.ഇ. ഹാർട്ട്, റൊണാൾഡ് ഡോർക്കിൻ ഉണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് ദ ഫാദർ ഓഫ് അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ് ഇസ് ജോൺ ഓസ്റ്റിൻ ആണ് ഫാദർ ഓഫ് അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ്. John Austin is known as the father of analytical jurisprudence or positivist school of law. Analytical jurisprudence in a positive school of law എന്നും പറയാറുണ്ട്. He developed the command theory of law. അപ്പം who developed command theory of law എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ജോൺ ഓസ്റ്റിൻ തന്നെയാണ്. He developed command theory of law where law is defined as a command of a sovereign backed by sanction. അതുകൊണ്ടാണ് അതിനെ command theory എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ജോൺ ഓസ്റ്റിൻ എന്ന് വെച്ചാല് ഈ പറഞ്ഞ സോവറിൻ, അതായത് സ്റ്റേറ്റ് ആയിരുന്നു മൂപ്പർക്ക് ഏറ്റവും വലുത്. സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോ ഒക്കെ ആയിരുന്നു മൂപ്പർക്ക് ഏറ്റവും വലുത്. സോ ലോനെ മൂപ്പർ പറഞ്ഞിരുന്നത് ഇറ്റ് ഈസ് എ കമാൻഡ്. സോവറിൻ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഒരു കമാൻഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ സാങ്ഷൻ. സാങ്ഷൻ എന്ന് വെച്ചാൽ പണിഷ്മെന്റ്. അതായത് സ്റ്റേറ്റ്, ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ, സ്റ്റേറ്റ് പറയുന്ന ഒരു കമാൻഡ്, അതായത് ഒരു ലോ ഒരു സിറ്റിസൺ അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് പണിഷ്മെന്റ് കിട്ടും. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എ കമാൻഡ് ഓഫ് ദ സോവറിൻ ബാക്ക്ഡ് ബൈ സാങ്ഷൻ എന്നാണ് ജോൺ ഓസ്റ്റിൻ പറഞ്ഞിരുന്നത്. ഇനി അതിന്റെ കീ പോയിന്റ്സ് ആണ്. അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ് ഫോക്കസസ് ഓൺ ദി അനാലിസിസ് ഓഫ് ലീഗൽ കോൺസെപ്റ്റ്സ്, നോട്ട് മൊറാലിറ്റി, എത്തിക്സ് ഓർ ജസ്റ്റിസ്. അതായത് എന്താണോ ലീഗലി പറഞ്ഞിട്ടുള്ളത് അതങ്ങോട്ട് കേട്ടങ്ങോട്ട് പ്രവർത്തിക്കുക. അല്ലാണ്ട് മൊറാലിറ്റി, എത്തിക്സ്, ജസ്റ്റിസിലൊന്നും മൂപ്പർ അധികം വിശ്വസിച്ചിട്ടിരുന്നില്ല, അല്ലെങ്കിൽ അതിലൊന്നും ഫോക്കസ് ചെയ്തിട്ടിരുന്നില്ല. ഇറ്റ് സ്റ്റഡീസ് ലോ ആസ് ഇറ്റ് ഇസ്. അതായത് എങ്ങനെയാണോ ലോ അങ്ങനെ തന്നെ ഇതാക്കുക. ഇറ്റ് സ്റ്റഡി ലോ ആസ് ഇറ്റ് ഇസ്, ഒരു പോസിറ്റീവ് ലോ, നോട്ട് വാട്ട് ഇറ്റ് ഔട്ട് ടു ബി. എന്താണ് അതിന്ന് കിട്ടുക അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു ബലം, അങ്ങനത്തെ ഒരു സാധനമൊന്നും അല്ല. പകരം ഇറ്റ് സ്റ്റഡീസ് ലോസ് ആസ് ഇറ്റ് ഇസ്, അങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു ഓസ്റ്റിന്റെ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസിൻ്റെത്. ജോൺ ഓസ്റ്റിൻസ് ഐഡിയാസ് വെർ ബേസ്ഡ് ഓൺ ജെർമി ബെന്താംസ് യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി. ഇനി ജെർമി ബെന്താം എന്ന് പറയുന്ന മറ്റൊരു ഫിലോസഫർ ആണ്. മൂപ്പരുടെ യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി എന്ന് പറഞ്ഞാല് ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നാണ്. അതായത് ഒരു ലോ നല്ല ലോ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നതായിരിക്കണം. അങ്ങനത്തെ ഒരു
തിയറിനെയാണ് നമ്മൾ യൂട്ടിലിറ്റേറിയൻ തിയറി അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി എന്ന് പറയുന്നത്. But Austin was the one who systematically analyzed the law in terms of command, duty and sanction, giving rise to analytical jurisprudence. പക്ഷെ ഓസ്റ്റിൻ എങ്ങനെയായിരുന്നു? ഓസ്റ്റിൻ അതിനെ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്തു. അതായത് കമാൻഡ്, ഡ്യൂട്ടി, സാങ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനൊരു അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസിന്റെ റൈസ് കൊണ്ടുവന്നത് ആര് തന്നെയായിരുന്നു? ഓസ്റ്റിൻ ആയിരുന്നു. ദാറ്റ്സ് വൈ ഹീസ് കോൾഡ് ആസ് ദി ഫാദർ ഓഫ് അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ്. ഇനി അതിനകത്ത് ഓപ്ഷനിൽ തന്നിട്ടുള്ള ബാക്കിയുള്ള തിങ്കേഴ്സിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജെർമി ബെന്താം എന്താണ്? ഹിസ് എ പ്രീകേഴ്സർ ഓഫ് അനലിറ്റിക്കൽ സ്കൂൾ, നോൺ ആസ് ദി ഫൗണ്ടർ ഓഫ് ലീഗൽ പോസിറ്റിവിസം ബട്ട് നോട്ട് ഇറ്റ്സ് ഫാദർ. ആക്ച്വലി ജെർമി ബെന്താം എന്ന് പറയുന്നത് ഈ അനലിറ്റിക്കൽ സ്കൂളിനല്ല, ലീഗൽ പോസിറ്റിവിസം, അനലിറ്റിക്കൽ സ്കൂൾ വന്നിട്ടുള്ളത് ലീഗൽ പോസിറ്റിവിസത്തിന്റെ ഒരു ബേസ് ആയിട്ടാണ്. അപ്പൊ ആ ലീഗൽ പോസിറ്റിവിസത്തിന്റെ ഫൗണ്ടർ ആണ് ജെർമി ബെന്താം എന്ന് പറയുന്നത്. സോ ഹി വാസ് എ പ്രീകേഴ്സർ ഓഫ് അനലിറ്റിക്കൽ സ്കൂൾ ആണ്. സോ ഹിസ് നോട്ട് എ ഫാദർ, പകരം ഫൗണ്ടർ ഓഫ് ലീഗൽ പോസിറ്റിവിസം എന്ന് ചോദിച്ചാൽ അതാരാണ്? ദാറ്റ് ഇസ് ജെർമി ബെന്താം. And father of analytical school is John Austin. Founder of legal positivism is Jeremy Bentham. Then H.L.A. Hart ആരാണ്? He is the modern analytical jurist ആണ് who refined Austin's theory in his book The Concepts of Law. So modern analytical jurist ആണ് H.L.A. Hart. ഇനി ഡൊണാൾഡ് ഡോർക്കിൻ എന്ന് പറയുന്നത് is a critic of legal positivism ആണ്, associated with interpretivism ആണ്. So he was a critic of legal positivism. Therefore John Austin ആണ് and the father of analytical jurisprudence എന്ന് പറയുന്നത്. Next, sixth question ആണ്, the characteristic that is not a legal positivism. Not a legal positivism എന്നാണ് ചോദിച്ചേക്കുന്നത്. A characteristic that is not a legal positivism. Law differs from morality. Option A. B എന്താണ്? Law derives authority from social facts. C പറയുന്നത് laws are valid because they are rooted in natural law principles. Option D. The existence of law is a matter of social fact. So നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം ലീഗൽ പോസിറ്റിവിസം അല്ലാത്തത് ഓപ്ഷൻ സി ആയിരിക്കും, ബിക്കോസ് അവിടെ നാച്ചുറൽ ലോ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ് എന്ത്? ദ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഇസ് നോട്ട് എ ലീഗൽ പോസിറ്റിവിസം വരുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ, this statement does not belong to legal positivism. It actually represents the view of the natural law school in the view ആണ് കാണിക്കുന്നത്. ഓക്കെ, അനലിറ്റിക്കൽ സ്കൂൾ അല്ല, പകരം നാച്ചുറൽ ലോ സ്കൂളിന്റെ വ്യൂ ആണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ലീഗൽ പോസിറ്റിവിസത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? ലോ ഇസ് സെപ്പറേറ്റ് ഫ്രം മൊറാലിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. വാട്ട് ലോ ഇസ് ഡിഫറെന്റ് ഫ്രം വാട്ട് ലോ ഔട്ട് ടു ബി. കാരണം മറ്റു നമ്മൾ പറഞ്ഞു, they just look at what law as it is, അല്ലാണ്ട് what law out to be എന്നുള്ളതല്ല നോക്കുന്നത്. സോ അനലിറ്റിക്കലിനകത്ത് എന്താ, ജസ്റ്റ് അനാലിസിസ് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് they see law as separate from morality. Second, law derives its authority from social facts, not moral values. അപ്പം ഇവര് മോറൽ വാല്യൂസിനോ അല്ലെങ്കിൽ ജസ്റ്റിസ് അങ്ങനത്തെ ഉള്ളതിനൊക്കെ വലിയ ഇത് കൊടുക്കണില്ല. ജസ്റ്റ് മോറൽ അതിനൊന്നും ഇവര് വലിയ ഇത് കൊടുക്കണില്ല. So law derives its authority from social facts എന്നാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത്, not moral values. The validity of law comes from being created by a recognized authority like parliament. ഒരു പാർലമെന്റ് പോലുള്ള ഏതെങ്കിലും ഒരു recognized authority ആണ് ലോസ് ഉണ്ടാക്കുന്നത്. അതായത് സോവറിൻ, സ്റ്റേറ്റ്, പാർലമെന്റ്, അങ്ങനെ വലിയ വലിയ അതോറിറ്റീസ് ആണ് ഈ പറഞ്ഞ ലോ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് അത് ജസ്റ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ മോറൽ ആയതുകൊണ്ടല്ല ഒരു ലോ വന്നത് എന്നാണ് അനലിറ്റിക്കൽ സ്കൂൾ വിശ്വസിക്കുന്നത്. മൂന്നാമത്തേതാണ്, the existence of law is a matter of social fact. Law exists because it is made and enforced by a legal system, not because it is moral or fair. Okay, law exist ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു ലീഗൽ സിസ്റ്റം അതിനെ മെയ്ഡ് ചെയ്ത് എൻഫോഴ്സ് ചെയ്തത് കൊണ്ടാണ് ലോ എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് അത് മോറൽ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അതാണ് ഫെയർ എന്നുള്ള രീതിയിലൊന്നും അല്ല ലോ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ലീഗൽ പോസിറ്റിവിസത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഫുള്ള് ലോ, ലീഗൽ അല്ലെങ്കിൽ സോവറിൻ അതൊക്കെയാണ് അവർക്ക് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അല്ലാണ്ട് എന്താ പറയാ, മോറൽ വാല്യൂ, ജസ്റ്റ്, ഫെയർ അതൊന്നും അല്ല അവർക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. സോ നാച്ചുറൽ ലോ തിയറിനോ അതിന്റെ ഓപ്പോസിറ്റ് വ്യൂ ആയിരുന്നു.
Natural law believes that law are valid only if they are based on morality, justice or natural principles. Natural law thinkers വിശ്വസിച്ചിരുന്നത് ഒരു വാലിഡ് ലോ ആകുന്നത് എപ്പം മാത്രമാണ് ഇഫ് ലോ ഇസ് ബേസ്ഡ് ഓൺ മൊറാലിറ്റി, ജസ്റ്റിസ് ആൻഡ് നാച്ചുറൽ പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ മാത്രമാണ് ഒരു ലോ വാലിഡ് ആകുന്നത്. അല്ലെങ്കിൽ ദ ഐഡിയ കോൺട്രഡിക്ട്സ് ലീഗൽ പോസിറ്റിവിസം വിച്ച് സെപ്പറേറ്റ്സ് ലോ ഫ്രം മൊറാലിറ്റി. കാരണം നാച്ചുറൽ ലോയ്ക്ക് ലോയും മൊറാലിറ്റിയും സെപ്പറേറ്റ് ആയിരുന്നില്ല. Therefore, the statement laws are valid because they are rooted in natural law principles എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? They belongs to natural law theory ആണ്, നോട്ട് ലീഗൽ പോസിറ്റിവിസം. അതുകൊണ്ട് അതിനകത്ത് ലീഗൽ അനലിറ്റിക്കൽ സ്കൂൾ അല്ലെങ്കിൽ ലീഗൽ പോസിറ്റിവിസത്തിനകത്ത് പറയാത്തൊരു ആൻസർ ഏതാണ്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഏതാണ്? ലോസ് ആർ വാലിഡ് ബിക്കോസ് ദേ ആർ റൂട്ടഡ് ഇൻ നാച്ചുറൽ ലോ പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് അതിനകത്ത് റോങ് ആയിട്ടുള്ളത്. Next question, seventh question is the author of the book The Concept of Law ഏതാണ്? HLA Hart. നമ്മൾ ഓൾറെഡി അത് കഴിഞ്ഞ എക്സ്പ്ലനേഷനിൽ അത് പറഞ്ഞതാണ്. HLA Hart ആണ് The Concept of Law എന്ന് പറഞ്ഞ ബുക്കിന്റെ author. The book The Concept of Law was written by Herbert Lionel Adolphus Hart in 1961. It is one of the most influential work in modern legal philosophy and a cornerstone of legal positivism. HLA Hart നമ്മൾ പറഞ്ഞു ഒരു മോഡേൺ ജൂറിസ്റ്റ് ഓഫ് ലീഗൽ പോസിറ്റിവിസം അല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്കൂൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ മൂപ്പറുടെ ഒരു ബുക്കായിരുന്നു ദ കോൺസെപ്റ്റ് ഓഫ് ലോ എന്ന് പറയുന്നത്. And it is one of the most influential work in modern legal philosophy and a cornerstone of legal positivism. Key points from the books എന്തൊക്കെയാണ്? അതിന്റെ purpose എന്ന് പറയുന്നത് Hart aimed to explain what law is, how it functions and how it differs from morality and coercion. ഓക്കെ, എന്താണ് ലോ, എങ്ങനെയാണ് ലോ ഫങ്ഷൻ ചെയ്യുന്നത്, ആൻഡ് എങ്ങനെയാണ് ലോ ഡിഫർ ഫ്രം മൊറാലിറ്റി, കൊയേഷനിൽ നിന്നൊക്കെ ലോ എങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് മൂപ്പരുടെ കോൺസെപ്റ്റ് ഓഫ് ലോ എന്ന് പറഞ്ഞ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി മെയിൻ കോൺസെപ്റ്റ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പ്രൈമറി റൂൾ, അതായത് റൂൾസ് ദാറ്റ് ഇമ്പോസസ് ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ. ഒരു ഏതൊക്കെ റൂളാണ് ഡ്യൂട്ടി ഒബ്ലിഗേഷൻ ഇമ്പോസ് ചെയ്യുന്ന റൂളാണ് ആദ്യം പറയുന്നത്. അതാണ് പ്രൈമറി റൂൾ. റൂൾസ് ദാറ്റ് ഇമ്പോസ് ഡ്യൂട്ടീസ് ഓർ ഒബ്ലിഗേഷൻ. ഒരു സിറ്റിസന്റെ മേലെ ഉള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ പറയുന്നതായിരുന്നു പ്രൈമറി റൂൾ. സെക്കൻഡറി റൂൾ എന്ന് പറഞ്ഞാൽ റൂൾസ് ദാറ്റ് കൺഫർ പവേഴ്സ്, വിച്ച് മീൻസ് ഇപ്പോ നമ്മുടെ നാട്ടില് ഒരു റൂൾ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്? ഇപ്പൊ നാളെ പാർലമെന്റ് വെറുതെ വന്നൊരു റൂള് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഡേ മുതൽ റൂളായിട്ട് മാറുമോ? ഇല്ല. ആദ്യം ബില്ല് ഇറക്കണം, അത് ആ ബില്ല് 2 ഹൗസിലും പാസ് ആവണം. അതിനുശേഷം എങ്ങോട്ടേക്ക് പോകണം? പ്രസിഡന്റിന്റെ കയ്യിൽ പോകണം. പ്രസിഡന്റ് അത് പാസ് ചെയ്താൽ മാത്രമേ ഒരു ബില്ല് ആക്ട് ആയിട്ട് മാറുള്ളൂ. സോ അതുപോലെ അതിനെയാണ് നമ്മൾ റൂൾസ് ദാറ്റ് കൺഫർ പവേഴ്സ് എന്ന് പറയുന്നത്. ഒരു റൂളിന് പവർ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, നമ്മുടെ നാട്ടിലപ്പോ ഒരു ലോ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താലേ ഒരു ലോ ഉണ്ടാക്കുള്ളൂ. സോ അവിടെ എന്ത് ചെയ്തേക്കാണ്? ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്റ്റെപ്പിന് പവർ കൊടുത്തേക്കുന്നതാണ്. അതാണ് റൂൾസ് ദാറ്റ് കൺഫർ പവേഴ്സ്. ലൈക്ക് റൂൾ ഓഫ് റെക്കഗ്നിഷൻ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ റൂൾ ഓഫ് ചേഞ്ച്, ഒരു റൂൾ എങ്ങനെ ചേഞ്ച് ചെയ്യണം. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ അമെൻമെന്റ് വഴിയാണ് ഒരു റൂള് ചേഞ്ച് ചെയ്യുന്നത്. സോ അതിന് പവർ കൊടുക്കുന്നതാണ് സെക്കൻഡറി റൂൾസിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ റൂൾ ഓഫ് അഡ്ജുഡിക്കേഷൻ, ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളും എങ്ങനെ ചെയ്യണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു റൂള് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് അമെൻഡ് ചെയ്യണം. അങ്ങനെ അമെൻഡ് ചെയ്താലേ ആ റൂള് മാറുള്ളൂ. അപ്പൊ അങ്ങനെ അമെൻഡ് ചെയ്യാൻ കൊടുക്കുന്ന പവറിനെയാണ് നമ്മളല്ല ഓസ്റ്റിൻ അല്ല HLA ഹാർട്ട് സെക്കൻഡറി റൂൾ ആയിട്ട് പറഞ്ഞത്, റൂൾ ദാറ്റ് കൺഫർ പവേഴ്സ് എന്ന്. ദ റൂൾ ഓഫ് റെക്കഗ്നിഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. കീ കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ഡിഫൈൻസ് വാട്ട് കൗണ്ട്സ് ആസ് എ വാലിഡ് ലോ ഇൻ എ ലീഗൽ സിസ്റ്റം. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു ലോ വരുന്നത് എങ്ങനെയാണ്? ആദ്യം അത് ബില്ലായിട്ട് പിന്നെ അത് ആക്ട് ആയിട്ട് മാറുള്ളൂ. സോ അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താലേ ഒരു ലോ ആയിട്ട് മാറുള്ളൂ എന്നൊരു പവർ കൊടുക്കുന്നില്ലേ, അതിനെയാണ് റൂൾ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഒരു ലോയിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇന്ന റൂള് ഫോളോ ചെയ്താലേ അത് റൂളായിട്ട് അല്ലെങ്കിൽ ഒരു ലോ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിനാണ് റൂൾ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു recognize that as a act or law, it has to follow certain rules. അതിനാണ് റൂൾ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹാർട്ട് വേഴ്സസ് ഓസ്റ്റിൻ ആണ്. ഹാർട്ട് refined and corrected John Austin's command theory.
arguing that law is not just a command backed by sanction, but a system of rules accepted by society. ഇനി ഹാർട്ട് എന്താ പറഞ്ഞിരുന്നത്? സോറി, ഓസ്റ്റിൻ എന്താ പറഞ്ഞിരുന്നത്? കമാൻഡ് തിയറി പറഞ്ഞിരുന്നു ദാറ്റ് ലോ എന്ന് പറഞ്ഞാൽ ഇസ് എ കമാൻഡ് ബാക്ഡ് ബൈ എ സാങ്ഷൻ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹാർട്ട് അതിന് ഫുള്ളി എന്ത് ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്തില്ല. ഹി റിഫൈൻഡ് ആൻഡ് കറക്റ്റഡ് ഓസ്റ്റിൻസ് കമാൻഡ് തിയറി, ആർഗ്യൂയിങ് ദാറ്റ് ലോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കമാൻഡ് ബാക്ഡ് ബൈ സാങ്ഷൻ അല്ല, പകരം സിസ്റ്റം ഓഫ് റൂൾസ് അക്സെപ്റ്റഡ് ബൈ സൊസൈറ്റി. സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്ത ഒരു സിസ്റ്റം ഓഫ് റൂൾസ് ആണ് ലോ എന്നാണ് ഹാർട്ട് പറഞ്ഞത്. സോ ഇൻഫ്ലുവൻസ് എന്താണ്? His work laid the foundation for modern analytical jurisprudence and influenced the later thinkers like Ronald Dworkin. Actually, Ronald Dworkin was a critic ആയിരുന്നു, ഹാർട്ടിന്റെ ഒരു ക്രിട്ടിക് ആയിരുന്നു. പക്ഷെ എന്നാലും ഈ ഇൻഫ്ലുവൻസ്ഡ് ലേറ്റ് തിങ്കേഴ്സ്. സോ ഹാർട്ട് എന്ന് പറയുമ്പം എന്താലോചിക്കണം, ദാറ്റ് ഹി വാസ് എ മോഡേൺ ജൂറിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ മോഡേൺ അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ് ഉള്ള ആളാണ് ഹാർട്ട് എന്നുള്ളത് ആലോചിക്കണം. ഓസ്റ്റിൻ എന്ന് പറയുമ്പം മോഡേൺ അല്ല, പഴയ ആളായിരുന്നു. സോ സമ്മറി നോക്കുകയാണെങ്കിൽ ബുക്ക് എന്താണ്? ദ കോൺസെപ്റ്റ് ഓഫ് ലോ ആണ്. അതിന്റെ ഓതർ HLA ഹാർട്ട് ആണ്. പബ്ലിഷ്ഡ് ഇൻ 1961. ഏത് ഫീൽഡ് ആയിരുന്നു? അനലിറ്റിക്കൽ അല്ലെങ്കിൽ പോസിറ്റിവിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് ആയിരുന്നു. സോ ഇതിന്റെ ഫൈനൽ ആൻസർ ഏതാ വരുന്നത്? HLA ഹാർട്ട് ആണ് ഓതർ ഓഫ് ദ ബുക്ക് ദ കോൺസെപ്റ്റ് ഓഫ് ലോ. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ 8 ആണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെയർ ഡിസിസസ് പ്രൈമർലി പ്രൊമോട്ട്സ്. സ്റ്റെയർ ഡിസിസസ് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ജുഡീഷ്യൽ ആക്ടിവിസം, ഓപ്ഷൻ ബി ജുഡീഷ്യൽ റിസ്ട്രെയിൻ ആൻഡ് ലീഗൽ സ്റ്റെബിലിറ്റി, ഓപ്ഷൻ സി റാപ്പിഡ് ലീഗൽ ചേഞ്ച്, ഓപ്ഷൻ ബി ലെജിസ്ലേറ്റീവ് സുപ്രീമസി. സോ എന്താണ് സ്റ്റെയർ ഡിസിസസ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ജുഡീഷ്യൽ റിസ്ട്രെയിൻ ആൻഡ് ലീഗൽ സ്റ്റെബിലിറ്റി ആണ്. സ്റ്റെയർ ഡിസിസസ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ നമുക്കറിയാം നമ്മളുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഒരു ഹയർ കോടതി ഒരു ഡിസിഷൻ, ഒരു കേസിന് വിധി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ജഡ്ജ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോവർ കോർട്ട്സ് എന്ത് ചെയ്യണം? അതേ സിമിലർ കേസ് അവരുടെ മുന്നിൽ വന്നാൽ അതേ സെയിം വിധി തന്നെ അവർ പറയേണ്ടതായിട്ട് വരും. ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെയർ ഡിസിസസ് മീൻസ് ടു സ്റ്റാൻഡ് ബൈ ഡിസൈഡഡ് കേസസ്. ഡിസൈഡഡ് കേസിന്റെ എന്താണോ വിധി പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് നിൽക്കുക. അതാണ് ടു സ്റ്റാൻഡ് ബൈ ഡിസൈഡഡ് കേസസ് എന്ന് പറഞ്ഞേക്കുന്നത്. It is a legal doctrine ആണ് that obligates courts to follow precedents set by previous decisions. Precedents എന്ന് വെച്ചാൽ അതിനു മുന്നേ നടന്ന കേസിന്റെ വിധികളിനൊക്കെയാണ് നമ്മൾ പ്രീസിഡൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹയർ കോർട്സ് പറഞ്ഞിട്ടുള്ള വിധികളെയാണ്. ലോവർ കോർട്സിന്റെ വിധികൾ ഹയർ കോർട്സ് കേൾക്കണം എന്നില്ല, പക്ഷെ ഹയർ കോർട്സിന്റെ വിധികൾ ലോവർ കോർട്സ് എന്ത് ചെയ്തിരിക്കണം? അനുസരിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രീസിഡൻസ് എന്ന് പറയുന്നത്. പ്രീസിഡൻസ് സെറ്റ് ബൈ പ്രീവിയസ് ഡിസിഷൻസ്. ഇതിന്റെ പേർപ്പസ് ആൻഡ് ഇഫക്റ്റ് എന്താണ്? ഇറ്റ് എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി ആൻഡ് പ്രെഡിക്റ്റബിലിറ്റി ഇൻ ദ ലോ. അതായത് ഒരു കൺസിസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു 5 പേര് ഒരേ കുറ്റം ചെയ്തു, ഈ 5 പേർക്കും പല രീതിയിലുള്ള ശിക്ഷ കൊടുത്താൽ അതിൽ എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാവുമോ? അപ്പൊ ഒരാൾക്ക് കുറഞ്ഞ ശിക്ഷ, ഒരാൾക്ക് കൂടിയ ശിക്ഷ ഒക്കെ കൊടുത്താൽ അതിലൊരു ന്യായം ഉണ്ടാകില്ല. സോ ആ ഒരു കൺസിസ്റ്റൻസിയും പ്രെഡിക്റ്റബിലിറ്റിയും എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്, അതായത് ഇന്ന കുറ്റം ഒരാൾ ചെയ്താൽ അയാൾക്ക് ഇങ്ങനത്തെ ശിക്ഷ കിട്ടും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സ്റ്റെയർ ഡിസിസസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. Then it also promotes legal stability as similar cases are decided similarly. ഒരു ലീഗൽ സ്റ്റെബിലിറ്റിയും കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ മാറ്റി കളിക്കാണ്ട് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കും. ദാറ്റ് ഓക്കെ, ഇന്ന രീതിയിലാണ് കേസുകൾ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇന്ന രീതിയിൽ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ ഇന്ന ശിക്ഷ അയാൾക്ക് കൊടുക്കണം എന്നുള്ളൊരു സ്റ്റെബിലിറ്റി കിട്ടും. Then third one, encourages judicial restraint, preventing judges from changing established law frequently based on personal opinion. And also ഒരു ജുഡീഷ്യൽ റിസ്ട്രെയിൻ അവിടെ കൊണ്ടുവരും. അതായത് ജഡ്ജസിന് തോന്നിയ രീതിയിൽ കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാണ്ട്, അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് മാറ്റാണ്ട്, പകരം ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്യണം. ഇന്ന രീതിയിലാണ് മേളെന്ന് പറഞ്ഞേക്കുന്നത്, സോ അതനുസരിച്ചിട്ട് തന്നെ അവരും ആ ഒരു കേസ് നോക്കും. അങ്ങനെയാണ് അവിടെ ജുഡീഷ്യൽ റിസ്ട്രെയിൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ജുഡീഷ്യറിയെ നമുക്കൊന്ന് റിസ്ട്രെയിൻ ചെയ്ത് വെക്കാൻ പറ്റും.
ദെൻ മെയിൻറ്റെയിൻസ് പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദ ജസ്റ്റിസ് സിസ്റ്റം. അതായത് ഒരു പബ്ലിക് കോൺഫിഡൻസ് കിട്ടും. നമുക്കിപ്പം അറിയാം ഇന്നൊരു കേസ് ചെയ്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഇന്നൊരു ഒഫൻസ് ചെയ്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് ആണ് കഴിഞ്ഞ വട്ടം കോടതി കൊടുത്തിരുന്നത്. സോ ഇയാൾക്കും ആ ഒരു ഒഫൻസ് ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു ശിക്ഷ കിട്ടും എന്നൊരു പബ്ലിക് കോൺഫിഡൻസ് ജസ്റ്റിസ് സിസ്റ്റത്തിലേക്ക് ആൾക്കാർക്ക് ഉണ്ടാകും. വൈ നോട്ട് ദി അതേഴ്സ്? ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് വരില്ല എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ദി ഓപ്പോസിറ്റ് ഓഫ് സ്റ്റെയർ ഡിസീസസ് ആണ്. കാരണം ആക്ടിവിസം എന്ന് പറഞ്ഞാല് ഓരോ വട്ടവും ജുഡീഷ്യറിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ലോസ് പറയാൻ പറ്റുന്നതിനാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ആക്ടിവിസം ഇൻവോൾവ്സ് ഡിപ്പാർട്ടിംഗ് ഫ്രം പ്രീസിഡൻസിൽ തന്നെ ഒതുങ്ങി നിൽക്കാണ്ട് ഓരോ വട്ടം അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇവോൾവ് ചെയ്തിട്ട് ജഡ്ജ്മെന്റ് പറയാൻ പറ്റുന്നതിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ദെൻ റാപ്പിഡ് ലീഗൽ ചേഞ്ച്. സ്റ്റെയർ ഡിസീസസ് ഡിസ്കറേജസ് റാപ്പിഡ് ലീഗൽ ചേഞ്ച്. ഇറ്റ് ഫേവർ സ്റ്റെബിലിറ്റി ആണ് ഫേവർ ചെയ്യുന്നത്. ദെൻ ലെജിസ്ലേറ്റീവ് സുപ്രീമസി അല്ല. എന്തുകൊണ്ട്? refers to parliament's law making power, not this doctrine. ഇത് വേറെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ലെജിസ്ലേറ്റീവ് സുപ്രീമസി എന്ന് വെച്ചാൽ ലോ മേക്കിംഗ് പവർ ആയിട്ടുള്ള പാർലമെന്റിന്റെ പവറിനെയാണ് ഇവിടെ പറയുന്നത്, ഈ ഒരു ഡോക്ടറിനെ ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. സോ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ സ്റ്റെയർ ഡിസീസസ് എന്ന് വെച്ചാൽ എന്താണ്? ഫോളോ പ്രീസിഡൻസ് ഫോളോ ചെയ്യുന്നു. അപ്പോ എന്ത് സംഭവിക്കുന്നു? അവിടെ ജുഡീഷ്യൽ റിസ്ട്രെയിൻ പ്ലസ് ലീഗൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ജുഡീഷ്യൽ റിസ്ട്രെയിൻ ആൻഡ് ലീഗൽ സ്റ്റെബിലിറ്റി. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. പ്രോസ്പെക്റ്റീവ് ഓവർറൂളിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ലീഗൽ കോൺസെപ്റ്റ്? ഓക്കെ, പ്രോസ്പെക്റ്റീവ് ഓവർറൂളിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, നമുക്ക് അത് ആൻസർ പറഞ്ഞിട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എ, ജുഡീഷ്യൽ ആക്ടിവിസം. ബി, ദി അവോയ്ഡൻസ് ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്. C, the desire to limit the impact of judicial decisions on the past. D, the principle of legislative supremacy. ഇവിടെ പ്രോസ്പെക്റ്റീവ് ഓവർറൂളിംഗ് ഏത് ലീഗൽ കോൺസെപ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി, the desire to limit the impact of judicial decisions on the past ആണ് കറക്റ്റ് ആൻസർ. വൈ? കാരണം പ്രോസ്പെക്റ്റീവ് ഓവർറൂളിംഗ് എന്ന് വെച്ചാൽ when a court changes or overrules an earlier decision, the new rule applies only to future cases, not to past ones. അതായത് നമ്മുടെ നാട്ടിലൊരു റൂള് വരികയാണ്, ഒരു ലോ വരികയാണെന്ന് വിചാരിച്ചോ. അതായത് ഇന്ന് ഒരു നിയമം വന്നു, ദാറ്റ് എന്താ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പറയുകയാണ്, ഓക്കെ, കള്ളുകൂടി ഇന്നലെ വരെ എന്തായിരുന്നില്ല, ഒരു ഒഫൻസ് ആയിരുന്നില്ല എന്ന് വിചാരിച്ചോ. പക്ഷെ ഇന്ന് മുതൽ പറയാണ് ദാറ്റ് ആരും കള്ളു കുടിക്കാൻ പാടില്ല, കള്ളു കുടിക്കുന്ന ഒരു ഒഫൻസ് ആണെന്നുള്ളത്. അപ്പോ ഇന്നലെ കള്ളു കുടിച്ച ഒരാളെ ആർക്കും പോയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നീ ഇന്നലെ കള്ളു കുടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താണ്? ഇന്ന് മുതലാണ് ആ നിയമം വന്നത്. ഇനി നാളെ ആരെങ്കിലും കള്ളു കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ അറസ്റ്റ് ചെയ്യാം, ബിക്കോസ് ഇന്നലെ ആ നിയമം വന്നതുകൊണ്ട്. അപ്പൊ അതാണ് ഈ പ്രോസ്പെക്റ്റീവ് ഓവർറൂളിംഗിൽ ഉദ്ദേശിക്കുന്നത്. പ്രോസ്പെക്റ്റീവ് ഓവർറൂളിംഗ് മീൻസ് that when a court changes or overrules an earlier decision, ഇവിടെ ഡിസിഷന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ജഡ്ജ്മെന്റ് മാറ്റി ഓവർറൂൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പണ്ടത്തെ കേസിൽ വിധി പറഞ്ഞ ജഡ്ജസ് ആയിരിക്കില്ല പിന്നീടുള്ള കേസുകളിൽ വിധി പറയുക. സോ ജഡ്ജസിന്റെ കോൺസെപ്റ്റും ചിന്താഗതിയും ഇന്റർപ്രിട്ടേഷനും ഒക്കെ മാറുന്ന അനുസരിച്ചിട്ട് എന്തും മാറും, കേസുകളിലുള്ള വിധികളും മാറും. അപ്പം പുതിയൊരു കേസിന് പുതിയ രീതിയിൽ വിധി പറഞ്ഞു എന്ന് വിചാരിച്ച് പണ്ട് ശിക്ഷിക്കപ്പെട്ട ആൾക്കാരെ ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, അവരുടെ ശിക്ഷകളൊന്നും മാറ്റത്തില്ല. So the new rule applies only to future cases, not to past ones. This concept ensures that people who acted under the old law are not unfairly penalized. അതായത് പഴയ നിയമത്തിന്റെ അനുസരിച്ച് ഒരാള് ഒരു കാര്യം ചെയ്തു, ആ സമയത്ത് അതൊരു ഒഫൻസ് ആയിരുന്നില്ല, പക്ഷെ നാളെ അതൊരു ഒഫൻസ് ആയി മാറിക്കഴിഞ്ഞാൽ ഇന്നലെ നീ അങ്ങനെ ചെയ്തില്ലേ എന്നും പറഞ്ഞ ഒരാളെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നത്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ IPC CRPC എവിഡൻസ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പൊ BNSSും BSA ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്ന് മുതലുള്ള കേസിലെ അപ്ലൈ ആകുള്ളൂ? എന്ന് മുതലാണോ ഈ പറഞ്ഞ BNSും BNSSും BSAയും വന്നിട്ടുള്ളത്, അന്നും എന്നാണോ ഇത് ഈ സാധനങ്ങൾ എനാക്ട് ചെയ്ത് നിലവിൽ കൊണ്ടുവന്നത്, അന്ന് മുതലുള്ള കേസുകളിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ BSA BNSSും
BNS-ഉം അപ്ലൈ ചെയ്യുള്ളൂ. അതും അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗിന്റെ ഇവിടെ കൂടുതൽ നമ്മൾ ഡിസിഷൻ ജഡ്ജ്മെന്റിന്റെ കാര്യമാണ് ഈ പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗിൽ പറയുന്നത്. ഓക്കെ, പ്രോസ്പെക്റ്റീവ് റൂൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ലോയിന്റെ കാര്യം എടുക്കുന്നത്. ഓവർ റൂളിംഗ് എന്ന് പറയുമ്പം ജഡ്ജ്മെന്റും ഡിസിഷൻസും ആണ് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജസ്റ്റിസ് സുബ്ബാറാവു ആണ് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് ആദ്യം കൊണ്ടുവന്നത്. ജസ്റ്റിസ് സുബ്ബാറാവു ആണ്. In the case IC Golagnath versus State of Punjab, it is a constitutional case ആണ്. IC Golagnath versus State of Punjab എന്ന് പറഞ്ഞ കേസിലാണ് ആദ്യമായിട്ട് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് കൊണ്ടുവരുന്നത് in 1967. ഇതിന്റെ മെയിൻ എയിം എന്താണ്? To limit the retrospective effect of judicial decision and maintain legal certainty. So retrospective എന്ന് പറയുമ്പോൾ പ്രോസ്പെക്റ്റീവിന്റെ ഓപ്പോസിറ്റ് ആണ്. പണ്ട് മുതലുള്ള കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റെട്രോസ്പെക്റ്റിന്റെ അർത്ഥം. സോ പ്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ പുതിയ കേസുകളിൽ മാത്രം. സോ ഇതിന് റെട്രോസ്പെക്റ്റീവിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ലിമിറ്റിംഗ് ദ ഇമ്പാക്ട് ഓഫ് ജുഡീഷ്യൽ ഡിസിഷൻസ് ഓൺ ദി പാസ്റ്റ്. അതാണ് കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്യൂട്ട്സ് ബെസ്റ്റ് ഫോർ എ ലീഗൽ റൈറ്റ്? ഒരു ലീഗൽ റൈറ്റിന് ഏറ്റവും സ്യൂട്ട് ആവുന്നത് ഏത് ഓപ്ഷൻ ആണ്? എ പ്രിവിലേജ് ഗ്രാൻഡഡ് ബൈ ദി ഗവൺമെന്റ്, എ പെർമിഷൻ ആക്ട് അണ്ടർ ലോ വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻ, ആൻ എൻഫോഴ്സിബിൾ ക്ലെയിം ഓർ എൻടൈറ്റിൽമെന്റ് റെക്കഗ്നൈസ്ഡ് ബൈ ലോ, എ മോറൽ ഒബ്ലിഗേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ സൊസൈറ്റി. ഇതിനകത്ത് ലീഗൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എന്തിനായിട്ടാണ് സൂട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്. ആൻ എൻഫോഴ്സ്മെന്റ് ഓർ ക്ലെയിം ഓർ എൻടൈറ്റിൽമെന്റ് റെക്കഗ്നൈസ്ഡ് ബൈ ലോ എന്നാണ് ലീഗൽ റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീഗൽ റൈറ്റ് എന്താണ്? ഇസ് എൻ ഇൻട്രസ്റ്റ് ഓർ ക്ലെയിം റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ ആണ് അല്ലെ. ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ക്ലെയിം ദാറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ ആണ്. The violation of which gives rise to legal remedy. അതായത് എന്റെ ഒരു റൈറ്റ് ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു റെമഡി ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ പോയിട്ട് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് എതിരെ ഒന്നെങ്കിൽ അയാളെ പണിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാൾ എനിക്ക് കോമ്പൻസേറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ഒന്ന് നടത്തും. അതുകൊണ്ടാണ് പറയുന്നത് where there is a right there is a remedy എന്ന് പറഞ്ഞൊരു മാക്സിം വരെ ഉണ്ട്. സോ ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ദ കോർട്ട്. കോടതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്റെ ഏതെങ്കിലും എക്സ്പെഷ്യലി ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിറ്റ് കൊടുക്കാൻ പറ്റും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ. സോ ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ദ കോർട്ട് ആണ് ലീഗൽ റൈറ്റ്സ്. ഇറ്റ് എക്സിസ്റ്റ്സ് ഓൺലി ബിക്കോസ് ദ ലോ റെക്കഗ്നൈസസ് ആൻഡ് പ്രൊട്ടക്ട്സ് ഇറ്റ്. അതിന് ഇത്രയും വാല്യൂ എന്തുകൊണ്ട് കൊടുക്കുന്നു? ബിക്കോസ് ലോ അതിനെ റെക്കഗ്നൈസ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആണ് യുവർ റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഓർ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് are all legal rights ആണ് because they are recognized and can be enforced through the legal system. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ആരെങ്കിലും വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ ആരെങ്കിലും തടസ്സം നിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഗൽ റൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അയാൾക്കെതിരെ എന്താണ് കേസ് കൊടുത്ത് നമ്മുടെ ലീഗൽ റൈറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് which of the following statement is incorrect എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? which of the following statement is incorrect? Article 345 empowers the legislature of a state to adopt Hindi as the official language of the state. Option B, Article 345 empowers the legislature of a state to adopt any one or more languages used in the state as the official language of the state. Option C ആണ്. Article 345 bars declaring one or more of the languages in use in the state in addition to Hindi as the second official language. Option D, if the state adopts Hindi or any state language as an official language, English does not automatically cease to be an official language. ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം വൈ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ആർട്ടിക്കിൾ 345 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ്, നമ്മളിവിടെ സ്റ്റേറ്റിന്റെ കാര്യമാട്ടോ പറയുന്നത്. ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് മേ ബൈ ലോ adopt any one or more of the languages in use in the state or Hindi as the language or language to be used for all or any of the official purpose of the state. അതായത്
state legislature can choose Hindi or any languages used within the state as its official language. ഒരു സ്റ്റേറ്റിന്റെ ലെജിസ്ലേച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ഹിന്ദിയോ അല്ലെങ്കിൽ മറ്റേത് ലാംഗ്വേജോ എന്തായിട്ട് എടുക്കാൻ പറ്റും? അവരുടെ ആ ഒരു സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ആർക്ക്? ആ സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് പറ്റും. എന്ത് ചൂസ് ചെയ്യാനാണ്? ഹിന്ദിയോ മറ്റേതെങ്കിലും ലാംഗ്വേജ് ആ സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ the state can have more than one official language. ഒന്നിൽ കൂടുതൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒരു സ്റ്റേറ്റിന് എടുക്കാനായിട്ട് പറ്റും. ഓൾസോ ഇംഗ്ലീഷ് can continue to be used for official purpose until the state decides otherwise. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടില് മലയാളമാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് എടുത്താലും ഇംഗ്ലീഷും പറയാം. അതർവൈസ് എന്ത് ചെയ്യണം? ലെജിസ്ലേച്ചർ പറയണം that ഇനി ആരും കേരളത്തിൽ ഇംഗ്ലീഷ് പറയരുത് എന്ന് എടുത്ത് പറയുന്നിടം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷ് can continue to be used for official purposes until the state decides otherwise. സോ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് കറക്റ്റ് ആണെന്നുള്ളത് നോക്കാം. ഓപ്ഷൻ എ നോക്കുമ്പോൾ എന്താണ്? Article 345 allows the state legislature to adopt Hindi as the official language of the state. അത് സമ്മതിക്കുന്നുണ്ടല്ലോ, ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എടുക്കാം. ഹിന്ദിയോ മറ്റേതെങ്കിലും ലാംഗ്വേജ് എടുക്കാന്ന് പറയുന്നുണ്ട്. സോ ഹിന്ദി എടുക്കാന്ന് പറയുന്നത് ഒരു കറക്റ്റ് ഓപ്ഷൻ ആണ്. ബി നോക്കുമ്പോൾ it also allows adopting any one or more languages used in the state as official language. അതും ഇതിൽ പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഇനി നമ്മൾ ഓപ്ഷൻ സി നോക്കുമ്പോൾ ആർട്ടിക്കിൾ 345 ബാർസ് എന്നാണ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ശരിക്കും എന്താണ്? ഡസ് നോട്ട് ബാർ ദ ഡിക്ലറേഷൻ ഓഫ് വൺ ഓർ മോർ ലാംഗ്വേജ് ഇൻ അഡീഷൻ ടു ഹിന്ദി. ഹിന്ദി കൂടാതെ ഒന്നോ രണ്ടോ ലാംഗ്വേജ് കൊടുത്താലും പ്രശ്നമില്ല. കാരണം ഇൻഫാക്ട് ഇറ്റ് പെർമിറ്റ്സ് ഇറ്റ്. കാരണം സ്റ്റേറ്റ് ലൈക്ക് മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടുവിൽ എന്തുണ്ട്? മൾട്ടിപ്പിൾ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. സോ ഓപ്ഷൻ 3 അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ്. ഇനി ഓപ്ഷൻ ഡി നോക്കുമ്പോൾ even if a state adopts Hindi or any other language, English continues to be used for official purpose until the state passes law to discontinue it. അതും എന്താണ്? 345 പറയുന്നുണ്ട്. സോ ഇൻ കൺക്ലൂഷൻ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അവിടെ ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. കാരണം 345 allows, it does not bar a state from declaring more than one official language ആണ് ശരിക്കും ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ബാർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ തെറ്റായി പോയത്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ്. The Constitution 86th Amendment Act 2002 made the following changes. ഏതൊക്കെയാണ് ഇതിനകത്ത് കറക്റ്റ് നമുക്ക് നോക്കണം. Inserted Article 21A. The state shall provide free and compulsory education to all children of the age of 6 to 14 years in such a manner as the state may by law determine. അതെന്താണ്? കറക്റ്റ് ആണ്. Added clause K in Article 51A. Who is a parent or guardian be provided opportunities for education to his child or as the case may be ward between the age of 6 and 14 years. അത് എന്താണ്? കറക്റ്റ് ആണ്. ഓപ്ഷൻ 3 എന്താണ്? Inserted Article 350A. It shall be the endeavor of every state and of every local authority within the state to provide adequate facilities for instruction in the mother tongue at the primary stage of education to children belonging to linguistic minority group. അത് 86th Amendment 2002 പറയുന്ന ഒരെണ്ണം അല്ല. then option 4 നോക്കുമ്പോൾ substituted Article 45. The state shall endeavor to provide early childhood care and education for all children until they complete the age of 6 years. അതും അതിൽ പറയണതാണ്. സോ 1, 2, 4 എന്താണ്? കറക്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ the Constitution's 86th Amendment Act 2002 brought major changes related to the right to education. 86th Amendment Act 2002 എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷനെ പറ്റിയിട്ടൊരു മേജർ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് 3 കാര്യങ്ങൾ ചെയ്തതാണ്. ആദ്യം എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 21A ഇൻസേർട്ട് ചെയ്തു. അതിൽ പറഞ്ഞത് എന്താണ്? The state shall provide free and compulsory education കൊടുക്കണം. All children of ഏതൊക്കെ ഏജ് ആണ്? 6 to 14 years in such manner as the state may by law determine. Free and compulsory education 6 മുതൽ 14 വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു.
that is inserted through Article 21A ആണ്. Then added clause K in Article 51A. അതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആക്കി മാറ്റി. എല്ലാ പാരന്റ് അല്ലെങ്കിൽ ഗാർഡിയന്റെയും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് എന്തെന്ന് പറയുന്നത്, to provide opportunities for education to his child or ward between the age of 6 and 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ടത് എല്ലാ പാരന്റ് അല്ലെങ്കിൽ ഗാർഡിയന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആക്കി മാറ്റി through clause K in Article 51A. Then Article 45 substitute ചെയ്തു. The new Article 45 എന്ത് പറഞ്ഞു? The state shall endeavor to provide early childhood care and education for all children until they complete the age of 6 years എന്ന് 45 substitute ചെയ്യുകയും ചെയ്തു. Hence Article 350A relating to linguistic minorities was not added by the 86th amendment വഴി അല്ല അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 1, 2 and 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ 13 ആണ്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 279A, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് regarding the validity of the GST Councils Act or proceedings. GST Councils Act or proceedings വെച്ച് നോക്കുമ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. Any procedural irregularities does not invalidate council's proceeding if it does not affect merit of case. B. Any procedural irregularity automatically invalidates council's proceeding. Option C. A vacancy or defect in the constitution of the council does not invalidate its proceedings. Option D. Any defect in the appointment of a person as a council's member does not invalidate its proceedings. അപ്പോൾ ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? സോറി, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? സോറി, യെസ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏത് തന്നെയാണ്? ഓപ്ഷൻ ബി ആണ്. Any procedural irregularities automatically invalidates council proceeding എന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടെ തെറ്റ്. കാരണം ആർട്ടിക്കിൾ 279A ക്ലോസ് 10 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് എന്താണ് ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ എന്നുള്ളത്. സോ അവിടെ ആക്ച്വലി പറഞ്ഞിട്ടുള്ളത് നോ ആക്ട് ഓർ പ്രൊസീഡിങ്സ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ ഷാൾ ബി ഇൻവാലിഡ് മിയർലി ബൈ റീസൺ. അതായത് ഈ 3 റീസൺ കാരണം, ജസ്റ്റ് ഈ 3 റീസൺ കാരണം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ പ്രൊസീഡിങ്സ് ഇൻവാലിഡ് ആകില്ല എന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് 3 റീസൺ? എനി വേക്കൻസി ഓർ എനി ഡിഫക്ട് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൗൺസിൽ. കൗൺസിലിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്തെങ്കിലും ഒരു വേക്കൻസിയോ ഡിഫക്റ്റോ വന്നു എന്ന് പറഞ്ഞിട്ട് ഈ ആക്ട് അല്ലെങ്കിൽ പ്രൊസീഡിങ് ഇൻവാലിഡ് ആക്കില്ല. അല്ലെങ്കിൽ എനി ഡിഫക്ട് ഇൻ ദി അപ്പോയിന്റ്മെന്റ് ഓഫ് എ പേഴ്സൺ ആസ് എ മെമ്പർ ഓഫ് ദി കൗൺസിൽ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യം പറഞ്ഞിട്ട് ഇത് ഇൻവാലിഡ് ആക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ സിയിൽ പറഞ്ഞേക്കുന്നത് എനി പ്രൊസീജറൽ ഇറഗുലാരിറ്റീസ് ഓഫ് ദ കൗൺസിൽ നോട്ട് അഫക്റ്റിംഗ് ദ മെറിറ്റ് ഓഫ് ദ കേസ്. കേസിന്റെ മെറിറ്റിനെ അഫക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഇൻവാലിഡ് ആക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. Therefore, procedural irregularities do not invalidate proceedings unless they affect the merit എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. Hence, the statement that says procedural irregularities automatically invalidates proceedings എന്ന് പറയുന്നതാണ്, ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എന്തായിട്ടുള്ളത്? ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. So next is question number 14 ആണ്. Which of the following statement is correct relating to the adversary function of the Supreme Court under Article 143 Clause 1 of the Constitution of India? നമുക്കറിയാം സുപ്രീം കോർട്ടിന് എന്തുണ്ട്? ഒരു അഡ്വേഴ്സറി ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് relating to the adversary function of the Supreme Court under Article 143 Clause 1 of the Constitution of India? Option A, the Supreme Court's opinion can be sought only on the questions which have arisen actually, but not the ones which are likely to arise. Option B, the President has the power to consult the Supreme Court only upon the questions of public importance, which should be the question of law and not the question of fact. C,
The president can refer a question of law even when the Supreme Court has already decided it. And D, the president's opinion as to the question being of public importance is not open to question. So ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സോ നമുക്ക് നോക്കാം ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് തെറ്റായി എന്നുള്ളത്. അപ്പൊ ശരിക്കും ആർട്ടിക്കിൾ 143 ക്ലോസ് 1 എന്താ പറഞ്ഞിട്ടുള്ളത്? If at any time it appears to the president that a question of law or fact has arisen or is likely to arise, which is of such a nature and of such a public importance, and it is expedient to obtain the opinion of the Supreme Court upon it, he may refer the question to the court for consideration എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് പ്രസിഡന്റിന് ഏത് സമയം വേണമെങ്കിലും ഏത് ക്വസ്റ്റ്യൻ ഓഫ് ലോയോ ഫാക്റ്റോ ആയിക്കോട്ടെ വിച്ച് ഈസ് ഓഫ് എ നേച്ചർ എന്താണ് പബ്ലിക് ഇമ്പോർട്ടൻസിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോർട്ടിന്റെ ഒപ്പീനിയൻ എടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ ഓപ്ഷൻ എയിൽ എന്താ പറഞ്ഞിരുന്നത്? The opinion can be sought only on question that has actually arisen but not likely to arise. പക്ഷെ അങ്ങനെയാണോ ശരിക്കുള്ള ലോയിൽ പറഞ്ഞത്? അല്ല. The question of law or fact has arisen or is likely to arise എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് എന്ത് തെറ്റാണ്? ബിക്കോസ് ആർട്ടിക്കിൾ 143 ക്ലോസ് 1 ക്ലിയർലി സേസ് എന്ത്? ഹാസ് അറൈസൺ ഓർ ഈസ് ലൈക്ലി ടു അറൈസ്. അറൈസ് ചെയ്തതോ അല്ലെങ്കിൽ അറൈസ് ചെയ്യാൻ പോകുന്നതോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓപ്ഷൻ ബി നോക്കുമ്പോൾ ഇറ്റ് ഈസ് പാർട്ട്ലി ഇൻകറക്റ്റ് ആണ്. കാരണം the president can consult the Supreme Court only on question of law and not on question of fact. ഇവിടെ ആക്ച്വലി question of lawയിലും ഫാക്റ്റിലും രണ്ട് കേസിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ question of law മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് പാർട്ട്ലി കറക്റ്റ് ആണ് അല്ലെങ്കിൽ പാർട്ട്ലി ഇൻകറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. The president can refer a question even when Supreme Court has already decided it. അത് wrong ആണ് because that makes no sense. ഓൾറെഡി പറഞ്ഞൊരു കാര്യത്തിൽ പിന്നെയും പോയി പ്രസിഡന്റ് ചോദിക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? The president's opinion as to the question being of public importance is not open to question. Because once the president forms the opinion that a question is of public importance ആണെന്നുണ്ടെങ്കിൽ that satisfaction is final and cannot be challenged എന്ന് തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ള. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. Which of the following statements is not correct in respect of Article 33 of the Constitution of India? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്തത്? ഓക്കെ, നോട്ട് കറക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Members of the armed forces are entitled to enjoy all fundamental rights provided in the Constitution unless abrogated by legislation. B, the state legislature does not have the power to abridge the rights conferred by Part 3 of the Constitution. C, the power to restrict the rights conferred by Part 3 under Article 33 can be exercised only by a law made by the Parliament. D, the president exercising the power under Article 356 is competent to make a law as contemplated under Article 43. അപ്പൊ ഇതിനകത്ത് ആൻസർ ഏതാ വരുന്നത്? ഏതാ നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത്. വൈ? കാരണം ആർട്ടിക്കിൾ 33 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത്? ഇറ്റ് എംപവേഴ്സ് പാർലമെന്റ് ടു മോഡിഫൈ ഓർ റെസ്ട്രിക്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് പാർട്ട് 3 ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്. പാർട്ട് 3 നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാർലമെന്റിന് ചില സാഹചര്യത്തില് ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാനോ പറ്റും. ഏതൊക്കെയാണ് ആ ആൾക്കാര്? മെമ്പേഴ്സ് ഓഫ് ദി ആംഡ് ഫോഴ്സസ്, ദെൻ മെമ്പേഴ്സ് ഓഫ് ദ ഫോഴ്സസ് ചാർജ്ഡ് വിത്ത് ദ മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡേഴ്സ് ലൈക്ക് പോലീസ്, പാരാമിലിറ്ററി ഒക്കെ, ദെൻ പേഴ്സൺസ് എംപവേർഡ് ഇൻ ഇന്റലിജൻസ് ഓർ കൗണ്ടർ ഇന്റലിജൻസ് ഓർഗനൈസേഷൻസ്, and persons employed in telecommunication system for these forces. ഇവരുടെ ഒക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചില സാഹചര്യങ്ങളിൽ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാനോ പാർലമെന്റിന് പറ്റും. ഇതിന്റെ പേർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി പ്രോപ്പർലി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ എന്താണ്? കറക്റ്റ് ആണ്.
members of the armed forces are entitled to enjoy all fundamental rights provided in the constitution unless അതെന്ത് ചെയ്യണം, ലെജിസ്ലേഷൻ അബ്രോഗേറ്റ് ചെയ്യണം. അതുവരെ അവർക്ക് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓപ്ഷൻ ബിയിൽ പറയുന്നത് the state legislature does not have the power to abridge the rights conferred by part 3. അതും കറക്റ്റ് ആണ്. കാരണം എന്താ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് പവർ ഇല്ല, പാർലമെന്റിന് മാത്രമാണ് പവർ ഉള്ളത്. നോട്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഹാസ് ദിസ് പവർ അണ്ടർ ആർട്ടിക്കിൾ 33. Then ഓപ്ഷൻ സി നോക്കുമ്പോൾ the power to restrict the rights conferred by part 3 under article 33 can be exercised only by a law made by the parliament. അല്ലേ? കറക്റ്റ് ആണ്. ഒരു പാർലമെന്റ് മെയ്ഡ് ചെയ്ത ലോയിന് മാത്രമേ ഇവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി എന്താണ്, the president exercising the power under article 356 is competent to make a law as contemplated under article 33. അത് wrong ആണ്. The president cannot make such a law even under article 356 അണ്ടറിൽ പോലും മേക്ക് ചെയ്യാൻ പറ്റില്ല. ഒള്ളി പാർലമെന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. The chief election commissioner can be removed from his office. എന്തിനൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്? In like manner and on the like grounds of a speaker of the house of people ആണോ? അല്ല. In like manner and on like ground as comptroller and auditor general of India ആണോ? അല്ല. ഓപ്ഷൻ സി, in like manner and on like ground as a judge of the Supreme Court ആണ്. In like manner on the ground of High Court ആണോ? അല്ല. സോ കറക്റ്റ് ആൻസർ എന്താണ്, ഒരു സുപ്രീം കോർട്ട് ജഡ്ജിന് എങ്ങനെയാണോ നമ്മൾ പുറത്താക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നമുക്ക് മൂപ്പറുടെ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അത് പറയുന്ന ആർട്ടിക്കിൾ 324 ക്ലോസ് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 324 ക്ലോസ് 5 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. The chief election commissioner CEC shall not be removed from office except in the same manner and on the same grounds as the judge of the Supreme Court. Supreme Court ജഡ്ജിനെ നമ്മൾ എങ്ങനെയാണ് പുറത്താക്കുന്നത്? ഇംപീച്ച്മെന്റ് വഴിയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ. The removal procedure is the same as impeachment of a Supreme Court judge. അതിന്റെ ഗ്രൗണ്ട് എന്തായിരിക്കണം? ഒന്നുകിൽ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, എന്തെങ്കിലും മിസ്ബിഹേവിയറോ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ഉണ്ടാകണം. ഈ രണ്ട് കാരണമായിരിക്കും നമ്മൾ ഇംപീച്ച് ചെയ്യുന്നത്. ഓൾസോ പ്രോസസ് എങ്ങനെയാണ്? ഒരു സ്പെഷ്യൽ മെജോറിറ്റി, രണ്ട് ഹൗസിലും എന്ത് വേണം? സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതുപോലെ തന്നെ പ്രസിഡന്റിലേക്ക് പാർലമെന്റ് റെക്കമെൻഡ് ചെയ്തതായിരിക്കണം. റെക്കമെൻഡഡ് ബൈ പാർലമെന്റ് ടു ദ പ്രസിഡന്റ് ആയിരിക്കണം. സോ സ്പെഷ്യൽ മെജോറിറ്റിയും പാർലമെന്റിന്റെ റെക്കമെൻഡേഷൻ ടു പ്രസിഡന്റും വേണം. ഇലക്ഷൻ കമ്മീഷണറെയും അതുപോലെ തന്നെ ഒരു സുപ്രീം കോടതി ജഡ്ജിനെയും ഇംപീച്ച് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ആർട്ടിക്കിൾ 38 ഡസ് നോട്ട് എൻജോയിൻ ദ സ്റ്റേറ്റ് ടു എന്താണ് എൻജോയിൻ ചെയ്യാത്തത്? ടു സ്ട്രൈവ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ, to strive to promote the spirit of common brotherhood, to strive to minimize the inequalities in income, to eliminate inequalities in status, facilities and opportunities. എന്താണ് എൻജോയ് ചെയ്യാത്തത്? ഓപ്ഷൻ ബി, to strive to promote the spirit of common brotherhood ആണ്. Explanation. Article 38 of the Indian Constitution, അത് ആക്ച്വലി ഒരു DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. ഡയറക്ട്സ് ദ സ്റ്റേറ്റിനോട് കുറച്ച് ഡയറക്ഷൻസ് കൊടുക്കുകയാണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ബൈ സെക്യൂറിംഗ് എ സോഷ്യൽ ഓർഡർ ഇൻ വിച്ച് ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഷോൾ ഇൻഫോം ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ലൈഫ്. അതായത് നമ്മുടെ നാട്ടില് ആൾക്കാരുടെ ഇടയ്ക്ക് വെൽഫെയർ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 38 വഴി. അതുപോലെ തന്നെ ഇനീക്വാളിറ്റീസ് മിനിമൈസ് ചെയ്യണം. എങ്ങനെയാണ്? in income, status, facilities and opportunities among individuals and groups. Through that, inequalities minimize ചെയ്യണം. Also, Article 38 എന്ത് പറഞ്ഞിട്ടില്ല? It does not mention promoting the spirit of common brotherhood പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടുള്ളത്
ആർട്ടിക്കിൾ 51A ക്ലോസ് ഇ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ് കോമൺ ബ്രദർഹുഡ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഓരോ പൗരന്റെയും ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണത്. സോ ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 51A ക്ലോസ് ഇ. ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ്. മറ്റത് DPSP ആണ്. ആർട്ടിക്കിൾ 38 എന്താണ്? ഒരു DPSP ആണ്. ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ്. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 18. Which of one of the following is not included in the institutions of the self-government in the urban area? ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്ന ചോദിച്ചിരിക്കുന്ന ആരെ പറ്റിയിട്ടാണ്? urban area as per article 243Q Constitution of India ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നഗർ പഞ്ചായത്ത് ഫോർ ട്രാൻസിഷണൽ ഏരിയ. അതെന്താണ്? അർബൻ ഏരിയ ആണ്. ജില്ലാ പഞ്ചായത്ത് ഫോർ ഡിസ്ട്രിക്ട് ലെവൽ ട്രാൻസിഷണൽ ഏരിയ. അതെന്തല്ല? ഒരു അർബൻ ഏരിയ അല്ല. സോ ഓപ്ഷൻ ബി തന്നെയാണ്. മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷൻ ഒക്കെ അർബൻ ഏരിയയിൽ വരുന്നതാണ്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ ആർട്ടിക്കിൾ 243Q of the Constitution of India under the 74th Amendment Act 1992 deals with the constitution of municipalities, which are the institutions of self-government in urban areas. So to Article 243Q of the Constitution of India 74th Amendment വഴി എന്താ പറഞ്ഞത്? Constitution of Municipalities നെ പറ്റിയിട്ടാണ് പറഞ്ഞത്. Which are the institutions of what? Self-government in urban areas ആണ്. It provides 3 types of municipalities ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ Constitution of Municipalities 3 types of municipalities ആണ് പറഞ്ഞിട്ടുള്ളത്. നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ. നഗർ പഞ്ചായത്ത് എന്ന് വെച്ചാൽ അതൊരു ട്രാൻസിഷണൽ ഏരിയയിൽ ഉള്ളതാണ്. ട്രാൻസിഷണൽ ഏരിയ എന്ന് വെച്ചാൽ റൂറൽ ഏരിയ ഇല്ലേ? റൂറൽ ഏരിയ ഡെവലപ്പ് ചെയ്ത് അർബൻ ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ നഗർ പഞ്ചായത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, റൂറൽ ഏരിയ അർബൻ ഏരിയയിലേക്ക് മാറുന്ന ആ ട്രാൻസിഷനിൽ നടക്കുന്ന ഏരിയാസ് ആണ് നഗർ പഞ്ചായത്ത്. ദെൻ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ അർബൻ ഏരിയനെ നമ്മൾ മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്നത് സ്മോളർ അർബൻ ഏരിയനാണ് മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ലാർജർ അർബൻ ഏരിയ ആണ് മുനിസിപ്പൽ കോർപ്പറേഷൻ. സോ ഈ മുനിസിപ്പാലിറ്റിനകത്ത് എന്തൊക്കെ വരും? നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. സോ ജില്ലാ പഞ്ചായത്ത് വരില്ല. കാരണം എന്താണ്? ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജില്ല എന്ന് പറയും. ജില്ലാ പഞ്ചായത്ത് എന്താണ്? ഇസ് എ പാർട്ട് ഓഫ് റൂറൽ ലോക്കൽ ഗവൺമെന്റ് ആണ്. അതൊരു റൂറൽ ഇതിൽ വരുന്നതാണ്, അർബനിലല്ല. സിസ്റ്റം പാർട്ട് 9 ആർട്ടിക്കിൾ 243B ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇറ്റ് ബിലോങ്സ് ടു ദ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് വരുന്നത്, മുനിസിപ്പാലിറ്റീസിലല്ല. നോട്ട് urban ലോക്കൽ ബോഡീസ്. ദെയർഫോർ അർബൻ സെൽഫ് ഗവൺമെന്റ് പാർട്ട് 9A ആർട്ടിക്കിൾ 243Qയിൽ വരുന്നത് ഏതൊക്കെയാണ്? അർബനിൽ വരുന്നത് നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും. റൂറൽ സെൽഫ് ഗവൺമെന്റിൽ വരുന്നത് ഏതാണ്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതിയും ജില്ലാ പഞ്ചായത്തും. ഹെൻസ് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരാത്തത്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. What is incorrect about the National Commission for Scheduled Castes? NCSC, National Commission for Scheduled Caste ആണ് NCSC. അതിനകത്ത് കറക്റ്റ് അല്ലാത്തത് എന്താണ്? വാട്ട് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. The National Commission for Scheduled Caste is constitutional body. The first National Commission for Scheduled Castes and Scheduled Tribes was a statutory body. The existing National Commission for Scheduled Castes was set up under the Ministry of Welfare's resolution of 1987. The existing National Commission for Scheduled Castes was set up consequent upon the Constitution 89th Amendment Act 2003. അത് കറക്റ്റ് അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. യെസ്, ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്. അതെന്താന്നുള്ളത് നമുക്ക് എക്സ്പ്ലനേഷനിൽ നോക്കാം. കാരണം 1987 വന്നിട്ടുള്ളത്. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ് ആദ്യം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കാം. The National Commission for Scheduled Castes NCSC is a constitutional body established under ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 338 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ആർട്ടിക്കിൾ 338 വരുന്നത്. ദെൻ ഓപ്ഷൻ ബി നോക്കുമ്പോൾ
The first commission for SCs and STs were set up in 1978 under Article 338, but functioned as a statutory body under the Ministry of Home Affairs before getting constitutional status. അതും എന്താണ് കറക്റ്റ് ആണ്. ഫസ്റ്റ് കമ്മീഷൻ ഫോർ SC/ST എന്താണ് സെറ്റപ്പ് ചെയ്തിരുന്നത് 1978 അതും അണ്ടർ ആർട്ടിക്കിൾ 338 ബട്ട് ഫംഗ്ഷൻ ആസ് എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്തിരുന്നത്. അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് കിട്ടുന്നതിന് മുന്നുള്ള അവസ്ഥയാണ് അത് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ഇനി നമ്മള് ഓപ്ഷൻ സി നോക്കുമ്പോൾ വൈ ഇറ്റ് വാസ് ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ in 1987 the government passed a resolution creating the commission for SCs and STs, not the existing NCSC അല്ല, പകരം എന്താണ് ഒരു റെസല്യൂഷൻ ആണ് പാസ് ചെയ്തിരുന്നത് 1987 SC STക്ക് വേണ്ടിയിട്ട് ഒരു റെസല്യൂഷൻ ക്രിയേറ്റിംഗ് ദ കമ്മീഷൻ ഫോർ SC/ST ആണ് 1987 നടന്നത്. അല്ലാണ്ട് NCSC ആയിരുന്നില്ല. NCSC എപ്പോഴാ വന്നിരുന്നത്? came much later, കുറെ നാൾക്ക് ശേഷമാണ്. അണ്ടർ 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് 2003 NCSC വന്നത് 2003 ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു ഇഫക്റ്റ് ഇൻ 2004. സംഭവം പറഞ്ഞത് 2003 വന്നത് 2004 which bifurcated the earlier combined SC/ST commission രണ്ട് സെപ്പറേറ്റ് ബോഡി ആക്കിയിട്ട് മാറ്റി. NCSC-യും NCST-യും. NCSC-യിൽ എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 338 NCST പറയുന്നത് ആർട്ടിക്കിൾ 338A അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി എന്താണ് ഇൻകറക്റ്റ് ആണ്. ഇനി 89th amendment, the existing NCST was intended established by the Constitution 89th amendment 2003 വന്നതാന്നുള്ളത് എന്താണ് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് അവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് question number 20. Choose the incorrect statement. It shall be the duty of the Finance Commission to make recommendations to the President as to. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ, the distribution of the net proceeds of tax between the union and the state. Option B, the measures needed to augment the consolidated fund of a state to supplement the resources of the panchayats in the state. Option C, the measures needed to augment the consolidated fund of the state to supplement the resources of municipalities in the state. D, any matter referred to the commission by the governor in the interest of sound finance in the state. Option D ആണ് ഇവിടെ incorrect ആയിട്ട് വരുന്നത്. So, option D is the incorrect one. And why? Let's understand Constitution of India Article 280 എന്താണ് പറയുന്നത്. So, Article 280 Clause 3 functions of the Finance Commission പറയുന്നത്. ഏതാണ്? Article 280 Clause 3. It shall be the duty of the Finance Commission to make recommendations to the President as to എന്തൊക്കെയാണ് ഫിനാൻസ് കമ്മീഷൻ എന്തൊക്കെ കാര്യത്തിലാണ് പ്രസിഡന്റിന് റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത്? The distribution between the union and the state of the net proceeds of taxes to be shared between them. അത് ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട്, അത് കറക്റ്റ് ആണ്. The distribution between the union and the state of the net proceeds of taxes. യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള എങ്ങനെയാണ് ഈ ടാക്സ് പ്രൊസീഡ് വീതിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് ഫിനാൻസ് കമ്മീഷൻ ആണ് പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആണ്. Then the principal should govern the grants and aid of the revenues of the state out of the consolidated fund of the India. അതായത് ഇന്ത്യയുടെ ഫണ്ടിനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പല സ്റ്റേറ്റിന് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരണമെങ്കിലോ സ്റ്റേറ്റിൽ എന്തെങ്കിലും ഡെവലപ്മെന്റിന് വേണ്ടി എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ ആരാ കൊടുക്കുന്നത്? നമ്മുടെ സെൻട്രൽ നിന്നാണ് പൈസ കിട്ടുന്നത്. സോ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് വേണം സ്റ്റേറ്റിന് കൊടുക്കാനായിട്ട്. അപ്പൊ ഈ ഗ്രാൻഡ്സിന് എയ്ഡ് കൊടുക്കണോ വേണ്ടായോ എന്നുള്ളതിന് റെക്കമെൻഡേഷൻ പറയാനായിട്ട് പറ്റും. The measures need to augment the consolidated fund of a state to supplement the resources of the panchayats and the municipalities in the state. സ്റ്റേറ്റില് അവരുടെ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റീസിനും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൺസോളിഡേറ്റഡ് ഫണ്ട് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളും ആർക്ക് മെഷർ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഈ ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്നതാകും. Then next is any other matter referred to the commission by the president in the interest of sound finance. ആരാ അവിടെ പറയേണ്ടത്? പ്രസിഡന്റ് ആണ് പറയേണ്ടത്. Any other matter referred to the commission
ബൈ ദ പ്രസിഡന്റ് ഏതെങ്കിലും ഒരു മാറ്റർ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സൗണ്ട് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ അതും കമ്മീഷന് പറയാൻ പറ്റും. പക്ഷെ ഓപ്ഷനിൽ പറഞ്ഞത് എന്തായിരുന്നു? ഗവർണർ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനി മാറ്റർ റെഫർ ടു ദ കമ്മീഷൻ ബൈ ദ ഗവർണർ എന്നായിരുന്നു. അവിടെ ഗവർണർ തെറ്റാണ്, പകരം പ്രസിഡന്റ് ആണ് വരേണ്ടത്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡി ആയിട്ട് മാറി, ബിക്കോസ് ഇറ്റ് സെഡ് ഗവർണർ. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. Which of the following statement is or are correct about the doctrine of promissory estoppel? Promissory estoppelനെ പറ്റിയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? The doctrine of promissory estoppel applies equally to government and public authorities. പബ്ലിക്കിനും ഗവൺമെന്റ് അതോറിറ്റീസിനും ഈക്വലി അപ്ലൈ ചെയ്യുന്നു. The doctrine of promissory estoppel can be used to compel the government or public authority to carry out a representation or promise which was restricted by law or which was beyond the power of the offer making it. മൂന്നാമത്തത്, promissory estoppel cannot be applied to government or public authority where there is larger public interest involved. അപ്പം ഇവിടെ 1ഉം 3യുമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 എന്താണ്? തെറ്റാണ്. സോ നമുക്ക് സി 1ഉം 3യും ശരിയാണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? ഡോക്ട്രിൻ ഓഫ് പ്രോമിസറി എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിറ്റബിൾ പ്രിൻസിപ്പിൾ ആണ്. പ്രോമിസറി എസ്റ്റോപ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാൻ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ഓക്കെ, ഇപ്പൊ ഞാൻ ഒരാളോട് എന്റെ സാധനമാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു സാധനം വിറ്റു, ഓക്കെ, പക്ഷെ ശരിക്കും എന്താണ് അത് എന്റെ ഫ്രണ്ടിന്റെ സാധനമായിരുന്നു. ഓക്കെ, ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ബൈക്ക് ഒരാൾക്ക് വിറ്റു ബൈ സെയിങ് ദാറ്റ് അത് എന്റെ ബൈക്കാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ സമയത്ത്, ഞാൻ ഈ വിൽക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഒന്നും പറഞ്ഞില്ല, അത് അവന്റെ ബൈക്കാണെന്നൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ വിറ്റ് കഴിഞ്ഞ് ഈ വാങ്ങിയ ആളുണ്ടല്ലോ, ഇത് എന്റെ ബൈക്കാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് വാങ്ങിയ ഒരാളുണ്ടല്ലോ, അയാൾ പിന്നീട് ഈ ബൈക്ക് യൂസ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ പിന്നീട് അയാൾ ആ ബൈക്ക് വേറൊരാൾക്ക് വിൽക്കാൻ പോയപ്പോ എന്റെ ഫ്രണ്ട് പോയിട്ട് പറയാണ്, പറ്റില്ല, അതിന്റെ ശരിക്കുള്ള ഓണർ ഞാനാണ്, ഈ ഫ്രണ്ട് ആയിരുന്നു, ഞാനല്ല എന്ന് പറയാണ്. അപ്പൊ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇയാൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ തേർഡ് പേഴ്സൺ വാങ്ങണ സമയത്ത് ഈ എന്റെ ഫ്രണ്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. സോ ഈസ് എസ്റ്റോപ്ഡ് ഫ്രം സേയിങ് സംതിങ് like that after the person has believed in something like that. Okay, so the doctrine of promissory estoppel is an equitable principle that prevents a person, including the government, from going back on a promise. ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു, എന്റെ സാധനമാണെന്ന് പറഞ്ഞ് ഞാനൊരു കൊടുത്ത് വിശ്വസിച്ച അയാൾ വാങ്ങിയതാണ്. അയാളെ എന്താ പറയാ, വിശ്വസ്തയിൽ വാങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് അയാളോട് പറയാണ് അത് എന്റെ സാധനം അല്ല എന്ന് പറയാൻ എനിക്കോ എന്റെ ഫ്രണ്ടിനോ അവകാശമില്ല. If the other party has relied upon it, their determinant. Okay. The doctrine of promissory estoppel applies equally to government and public authorities. ഈ പറഞ്ഞ promissory estoppel ഗവൺമെന്റിനും അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിനും അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ പറഞ്ഞൊരു കാര്യത്തിൽ മറ്റൊരാളെ ആക്ട് ചെയ്തു, നമ്മൾ പറഞ്ഞതിന്റെ വിശ്വസ്തതയിൽ മറ്റൊരാളെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാറ്റി പറയാനായിട്ട് പറ്റില്ല. ബിക്കോസ് വി ആർ promissory estopped from that. Okay. യെസ്, അത് ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇന്ത്യൻ കോർട്സ് ഹാവ് ഹെൽഡ് ദാറ്റ് ദ ഡോക്ട്രിൻ അപ്ലൈസ് ടു ദ ഗവൺമെന്റിനും അതുപോലെ തന്നെ പബ്ലിക് അതോറിറ്റീസിനും ഈ സെയിം സാധനം അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞ കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് ആംഗ്ലോ അഫ്ഗാൻ ഏജൻസീസ്. ഓപ്ഷൻ 2 പറയുന്നത് എന്താണ്? The doctrine of promissory estoppel can be used to compel the government or public authority to carry out a representation or promise which was restricted by law or which was beyond the power of the officer making it. അതായത് ഇതിനൊരു എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റഡ് എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ പ്രോമിസറി എസ്റ്റോപ്പലും ഒരു ഗവൺമെന്റിനെ നമുക്ക് കമ്പൽ ചെയ്ത് അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ എത്രത്തോളം പ്രോമിസ് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം മാത്രമേ അയാൾക്ക് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ, അതിന് ബിയോണ്ട് ഇയാൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പ്രോമിസറി എസ്റ്റോപ്പൽ കനോട്ട് ബി ഇൻവോക്ക് ടു എൻഫോഴ്സ് എ പ്രോമിസ് ദാറ്റ് ഈസ് കോൺട്രറി ടു ലോ. അതായത് നിയമത്തിനെതിരെ എനിക്കൊന്നും എസ്റ്റോപ്പിൽ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറയാണ് ഓക്കെ കുഴപ്പമില്ല, ഞാൻ കൂടെ നിന്നോളാം, നീ പോയി ഒരു തെറ്റ് ചെയ്തോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. ഐ കാൺ ഗോ അഗെയിൻസ്റ്റ് ദ ലോ ആൻഡ് ഓൾസോ ഓർ ബിയോണ്ട് ദി അതോറിറ്റി. എത്രത്തോളം അതോറിറ്റി എന്റെ കയ്യിലുണ്ടോ അതിന് മേലെ എനിക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ അതാണ് ദ ഡോക്ട്രിൻ ഓപ്പറേറ്റ്സ് ഓൺലി വിത്ത് ലീഗൽ അതോറിറ്റി ആൻഡ് ഇറ്റ് കനോട്ട് ഓവർറൈഡ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്.
ലോക്ക് എതിരെയോ അല്ലെങ്കിൽ ലോന്റെ ബിയോണ്ടോ നമുക്ക് പോവാൻ പറ്റില്ല ത്രൂ ദിസ് പ്രോമിസറി എസ്റ്റോപ്പൽ. അതാണ് ഓപ്ഷൻ 2 പറയുന്നത്. അപ്പൊ അത് എന്താണ്? തെറ്റാണ്. കാരണം ഇതിൽ പോവാൻ പറ്റുമെന്നാണ് പറയുന്നത്, പക്ഷെ തെറ്റാണ്, പോവാൻ പറ്റില്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? പ്രോമിസറി എസ്റ്റോപ്പൽ കനോട്ട് ബി അപ്ലൈഡ് ടു ഗവൺമെന്റ് ഓർ പബ്ലിക് അതോറിറ്റി വേർ ദർ ഇസ് എ ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻവോൾവ്ഡ്. അതായത് ഒരു ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോമിസറി എസ്റ്റോപ്പിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് അവിടെ നമ്മൾ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് വേണം നോക്കാനായിട്ട്. അത് പറഞ്ഞ കേസാണ് മോത്തിലാൽ പദംപത് ഷുഗർ മിൽസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. Which of the following statement is or are correct about ombudsman എന്നാണ് ക്വസ്റ്റ്യൻ. Ombudsman is much needed in modern democratic setup. അപ്പം 3 ഓപ്ഷൻസ് ഉണ്ട്. Several facets of the working of administration are being remained unremedial at judicial forum. Then judicial control mechanism of administrative action is less effective and not perfect. Option 3, it is stated that ombudsman keeps frontier with the law as well as in some respects is overlap, but ombudsman remain criteria for judging maladministration or injustice and not coextensive with the law courts. Actually, the 3 options are correct. Okay, all the above answers are correct. സോ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. എക്സ്പ്ലനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആണ്. ഏതെങ്കിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷന് പണിയെടുക്കാൻ നേരം എന്തെങ്കിലും കറപ്ഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓംബുഡ്സ്മാനിനെ പറഞ്ഞു വിട്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കറക്റ്റ് ആണോ, അവിടെ ഫെയർനെസ് ഉണ്ടോ, അക്കൗണ്ടബിലിറ്റി ഉണ്ടോ, ട്രാൻസ്പെറൻസി ഉണ്ടോ എന്ന് നോക്കി കൊണ്ടുവരുന്ന ആളാണ് നമ്മൾ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. So the ombudsman is an independent authority appointed to investigate complaints against a public administration, ensuring accountability, fairness and transparency, especially where judicial or administrative mechanism are ineffective ആകുന്ന സമയത്താണ് നമ്മളൊരു ഓംബുഡ്സ്മാനിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. സോ ആ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആണ്. സെവറൽ ഫാസറ്റ്സ് ഓഫ് ദ വർക്കിംഗ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആർ ബീങ് റിമീഡ്. കാരണം ജുഡീഷ്യറി എന്ത് ചെയ്യാൻ പറ്റില്ല? കുറെ ഗ്രീവൻസസ് അല്ലെങ്കിൽ എല്ലാവരുടെ ഗ്രീവൻസസും ജുഡീഷ്യറിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ജുഡീഷ്യറിക്ക് കുറെ പ്രൊസീജിയറൽ ലിമിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറെ കേസസ് ബാക്ക്ലോഗ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതായത് കുറെ കേസിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെയും പുതിയ പുതിയ കേസുകൾ വരുമ്പോൾ എല്ലാരെയും ഒന്നും ചിലപ്പോൾ ജുഡീഷ്യറിക്ക് നോക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ സമയത്ത് ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് ഓംബുഡ്സ്മാൻ വിൽ ഹെൽപ്പ്. അതുകൊണ്ട് ഓപ്ഷൻ ഇ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബിയും എന്താണ്? കറക്റ്റ് ആണ്. കാരണം അവിടെയും പറയുന്നത് എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ ഭയങ്കര സ്ലോ ആണ്, ഭയങ്കര ടെക്നിക്കൽ സൈഡ് നോക്കുന്നതാണ്. പക്ഷെ ഓംബുഡ്സ്മാൻ അങ്ങനെയല്ല. എങ്ങനെയാണ് ഓംബുഡ്സ്മാന്റെ രീതി എന്ന് പറയുന്നത്? ഇൻഫോർമൽ, ക്വിക്ക് ആൻഡ് ഇംപാർഷ്യൽ റെമഡീസ് ആണ് ഓംബുഡ്സ്മാൻ നോക്കുന്നത്. അതാണ് ജുഡീഷ്യൽ കൺട്രോൾ മെക്കാനിസം ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ ഇസ് ലെസ് ഇഫക്റ്റീവ് ആൻഡ് നോട്ട് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓപ്ഷൻ 3 നോക്കുമ്പോൾ this means the ombudsman complements not replaces. അതായത് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഒരിക്കലും ജുഡീഷ്യറിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരാളല്ല, പകരം ഒരു കോംപ്ലിമെന്റ് ആയിട്ട് വരുന്ന ഒരാളാണ്. അതായത് ഈ പറഞ്ഞ ജുഡീഷ്യറിക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും എത്താൻ പറ്റാത്തതുകൊണ്ട് അതിന് പകരക്കാരനായിട്ട് പോകുന്നു. ആൻഡ് ജസ്റ്റ് തിരക്കിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കാനേ ഓംബുഡ്സ്മാന് പറ്റുള്ളൂ. അതിന് എന്താ പറയാ, കോമ്പൻസേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്നും മൂപ്പർക്ക് പറ്റില്ല. ദ courts which while courts focus on legality, the ombudsman focuses on justice, reasonableness and fairness in administration. അല്ലാണ്ട് മൂപ്പർക്ക് വന്നിട്ട് ഓക്കെ നിങ്ങൾ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ ശിക്ഷ കിട്ടും, അങ്ങനത്തെ ഉള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. പകരം പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താണ് മൂപ്പര് കണ്ടുപിടിച്ചത് എന്നുള്ളത് വന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. സോ ഇവിടെ പറയുന്നത് ഇറ്റ് സ്റ്റേറ്റഡ് ദാറ്റ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് he doesn't replaces the judiciary, he just complements the system. While courts ഒരു ലീഗാലിറ്റി ഫോക്കസ് ചെയ്യുമ്പോൾ ഓംബുഡ്സ്മാൻ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ജസ്റ്റിസ്, റീസണബിൾനെസ് ആൻഡ് ഫെയർനെസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. Which of the following statement is or are correct ആണ് about the application of the ultra virus rules becomes difficult in practice due to powers are delegated in narrow language, courts interpret the enabling provision rather broadly, in delegated legislation courts adopt a differential attitude rather than critical attitudes, as a result courts lean towards upholding the same.
അങ്ങനത്തെ ഓപ്ഷൻ 1 ഒഴിച്ച് ബാക്കിയൊക്കെ എന്താണ് കറക്റ്റ് ആണ്. സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. 2ഉം 3ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം ആദ്യം അൾട്രാ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡെഡിക്കേറ്റഡ് ലെജിസ്ലേഷൻ? അത് മനസ്സിലാക്കണം. ഡെഡിക്കേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ലോ മേക്ക് ചെയ്യേണ്ടത് ആരാണ്? ലെജിസ്ലേച്ചർ ആണ് ലോ മേക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഈ ലോ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹെക്റ്റിക് ആൻഡ് വലിയൊരു പ്രോസസ്സാണ്. അപ്പം ലെജിസ്ലേച്ചറിന് എല്ലാം കൂടി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ലെജിസ്ലേച്ചർ എന്ത് ചെയ്യും? ഈ കുറച്ച് ലോ മേക്കിംഗ് ഡ്യൂട്ടീസ്, ചെറിയ ചെറിയ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവിന് ആ ഒരു പവർ കൊടുക്കും. അതിനാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ പവർ കൊടുക്കുന്ന സമയത്ത് ലെജിസ്ലേച്ചർ പറഞ്ഞിട്ടുണ്ടാകും എത്രത്തോളം ലിമിറ്റഡ് ആണ് ആ പവർ, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് പോകാം, ആ ഒരു ലിമിറ്റേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. സോ അതിന് അപ്പുറം എക്സിക്യൂട്ടീവ് പവർ എക്സിക്യൂട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനപ്പുറം ലോ എനാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ലോസിനെ നമ്മൾ എന്ത് പറയും? അൾട്രാ വൈറസ് എന്ന് പറയും. സോ the delegated legislation must stay within the powers granted by the parent act. If it goes beyond that authority പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ അൾട്രാ വൈറസ് ആയിട്ട് പറയും. സോ ഫസ്റ്റ് വൺ, പവേഴ്സ് ആർ ഡെലിഗേറ്റഡ് ഇൻ നാരോ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് എന്താണ്? ഇൻകറക്റ്റ് ആണ്. കാരണം ഇൻ റിയാലിറ്റി പവേഴ്സ് ആർ ഡെലിഗേറ്റഡ് ഇൻ ബ്രോഡ് ഓർ ജനറൽ ടേംസിലാണ് ഡെലിഗേറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇറ്റ് ഗീവ്സ് ദ എക്സിക്യൂട്ടീവിന് ഒരു വൈഡർ സ്കോപ്പ് ഓഫ് ഡിസ്ക്രീഷൻ കൊടുക്കുന്നുണ്ട്. അതായത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ലോസ് കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത് നോക്കാനുള്ള ഡിസ്ക്രീഷനും എക്സിക്യൂട്ടീവിന് കൊടുക്കുന്നുണ്ട്. സോ അതൊരു നാരോ ലാംഗ്വേജ് അല്ല, പകരം ഒരു ബ്രോഡ് ഓർ ജനറൽ ടേംസിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കറക്റ്റ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് എ റീസൺ ഫോർ ഡിഫിക്കൽട്ടി. ഓപ്ഷൻ ബിയും അല്ലെങ്കിൽ ഓപ്ഷൻ 2ഉം 3ഉം കറക്റ്റ് ആണ്. കോർട്സ് ഇന്റർപ്രറ്റ് ദി എനേബിളിംഗ് പ്രൊവിഷൻ റാദർ ബ്രോഡ്ലി. കോർട്ട് എങ്ങനെയാണ്? ബ്രോഡ്ലി ആണ് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. കാരണം ഒരു വൈഡ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഹാർഡർ ടു പ്രൂവ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ലിമിറ്റിന് അപ്പുറം പോയോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഒരു വൈഡ് ഇന്റർപ്രിട്ടേഷൻ കൊടുത്തേക്കാണ്. സോ അത് നമുക്ക് ഇതിനപ്പുറം പോയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണില്ല. മൂന്നാമത്തത്, ഇൻ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ കോർട്ട് അഡോപ്റ്റഡ് ഡെഫറൻഷ്യൽ ആറ്റിറ്റ്യൂഡ് റാദർ ദാൻ ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. അതായത് കോർട്ട്സ് ജനറലി ഷോ എന്താണ്? ഒരു ഡെഫറൻഷ്യൽ ആറ്റിറ്റ്യൂഡ് ആണ്, വിച്ച് മീൻസ് എക്സിക്യൂട്ടീവ് ഉണ്ടാക്കിയ ലോസ് ഒക്കെ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ റീസണബിൾ ആണ്, അവരുടെ പവറിൽ നിന്നാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അൾട്രാ വൈറസ് റൂള് അത്ര ഇഫക്റ്റീവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ആ രണ്ട് ഓപ്ഷൻസ് എന്താണ്? കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 24. Which of the following statements is or are correct about the doctrine of unjust enrichment? The doctrine of unjust enrichment is stated as just and salutary in nature. Remedies against unjust enrichment or benefit has been recognized under the third category of the common law. The doctrine of unjust enrichment has been defined in the Constitution. So 1 and 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. കാരണം ഡോക്ട്രിൻ ഓഫ് അൺജസ്റ്റ്, ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡോക്ട്രിൻ ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്? അതായത് മറ്റൊരാളുടെ പൈസ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ എക്സ്പെൻസിലോ വേറൊരാൾ സുഖിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അതിനാണ് നമ്മൾ അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. അൺജസ്റ്റ് ആയിട്ടുള്ള എൻറിച്ച് ചെയ്യുക. സോ കറക്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ ദ ഡോക്ട്രിൻ ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെന്റ് ഈസ് സ്റ്റേറ്റഡ് ആസ് ജസ്റ്റ് ആൻഡ് സാല്യൂട്ടറി ഇൻ നേച്ചർ. എന്താണ്? അത് കറക്റ്റ് ആണ്. കാരണം ഡോക്ട്രിൻ ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? അവിടെ ഫെയർ ആണ് ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ഇക്വാലിറ്റി. എല്ലാ മനുഷ്യർക്കും, ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് ഞാനാണ് അത് അനുഭവിക്കേണ്ടത്, അത് മറ്റൊരാളല്ല എന്നൊരു സാധനം. അതുകൊണ്ട് അത് ഫെയർ ആൻഡ് പ്രൊമോട്ട്സ് ഇക്വാലിറ്റി ഫെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ജസ്റ്റ് ആൻഡ് സാല്യൂട്ടറി ആണെന്ന് പറയുന്നത്. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ ദി കേസ് Mafatlal Industries Limited versus Union of India. Also, remedies against unjust enrichment or benefits have been recognized under the third category of common law. അതൊരു ഇംഗ്ലീഷ് ലോ ആണ്. ഇംഗ്ലീഷ് കോമൺ ലോയിൽ എന്താണ്? ഒരു തേർഡ് ബ്രാഞ്ച് ഉണ്ട്, ലോ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ലോയിലാണ് ഈ പറഞ്ഞ അൺജസ്റ്റ് എൻറിച്ച്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഓപ്ഷൻ ഇസ് ഓൾസോ കറക്റ്റ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറഞ്ഞിട്ടില്ല? ഡോക്ട്രിൻ ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് എ ജഡ്ജ് മെയ്ഡ് ഇക്വിറ്റബിൾ പ്രിൻസിപ്പിൾ ആണ്, റെക്കഗ്നൈസ്ഡ് അണ്ടർ ജനറൽ ലോ ആണ്, നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. അതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റാണ്. ബാക്കി രണ്ടെണ്ണം കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്വസ്റ്റ്യൻ നമ്പർ
25. Which of the following statement is or are correct about the concerning of administrative law itself with the several official actions? Option 1, quasi-legislative action and quasi-judicial action. 2, rule application as well as pure administrative action. 3, actions in nature of investigatory, supervisory, advisory, declaratory and a prosecutor. അത് 3 ഓപ്ഷൻ എന്താണ് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. വൈ എന്നുള്ളത് നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ലെജിസ്ലേച്ചറുടെ പവർ എക്സിക്യൂട്ടീവിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഒരാളുടെ പവർ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുന്നു. It deals with the powers, functions and actions of administrative authorities അല്ലെങ്കിൽ executive authorities. It covers a wide range of official actions that fall between legislation and adjudication. Quasi-legislative action and quasi-judicial action. അതായത് quasi-legislative action എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെലിഗേറ്റഡ് ലെജിസ്ലേച്ചറിന്റെ കുറച്ച് പണിയും ആരെടുക്കുന്നുണ്ട്? എക്സിക്യൂട്ടീവ് എടുക്കുന്നുണ്ട്. അതിനെയാണ് ക്വാസി ലെജിസ്ലേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ക്വാസി ജുഡീഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞാലോ ജുഡീഷ്യറിയുടെ കുറച്ച് പണിയും ആരെടുക്കുന്നുണ്ട്? എക്സിക്യൂട്ടീവ് എടുക്കുന്നുണ്ട്. അതിനെയാണ് ക്വാസി ജുഡീഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഓഫൺ പെർഫോം ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ. എന്തൊക്കെയാണ് ലെജിസ്ലേച്ചറിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എടുക്കുന്നത്? റൂൾസ് ഫ്രെയിം ചെയ്യുക, റെഗുലേഷൻസ്, ഓർഡേഴ്സ് ഒക്കെ മേക്ക് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ക്വാസി ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജുഡീഷ്യറിയുടെ ഏതൊക്കെ ഫംഗ്ഷൻ ആണ് അവർ ഫോളോ ചെയ്യുന്നത്? എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഡിസൈഡ് ചെയ്യുക, ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുക, അതൊക്കെയാണ് ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ട്രൈബ്യൂണൽസ്, ADR ഒക്കെ ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ക്വാസി ജുഡീഷ്യലിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ് ഈസ് റൂൾ ആപ്ലിക്കേഷൻ ആസ് വെൽ ആസ് പ്യുർ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ ആണ്. അതും കറക്റ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഇൻക്ലൂഡ്സ് റൂൾ മേക്കിംഗ് അതായത് ലെജിസ്ലേറ്റീവും ഉണ്ട്, അതുപോലെ തന്നെ റൂൾ അപ്ലൈങ് എക്സിക്യൂട്ടീവ് ആക്ഷൻസും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. മീനിങ് ഇറ്റ് ഡീൽസ് വിത്ത് ബോത്ത് ദ മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് റൂൾസ് ആൻഡ് ഡിസിഷൻസ്. റൂള് മേക്ക് ശരിക്കും പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് ആണ് മേക്ക് ചെയ്യേണ്ടത്, പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? റൂൾസ് മേക്ക് ചെയ്യുകയും ചെയ്യുന്നു, അതുപോലെ തന്നെ അത് അപ്ലൈ ചെയ്യുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവരുടെ ജോലി അപ്ലൈ ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവിന്റെ ശരിക്കുള്ള പണി. പക്ഷെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ വഴി അവരത് മേക്ക് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും രണ്ടും ചെയ്യുന്നു. സോ ദാറ്റ് ഓപ്ഷൻ ഇസ് ഓൾസോ കറക്റ്റ്. Third one, actions in the nature of investigatory, supervisory, advisory, declaratory and prosecutor. അതും ഈ പറഞ്ഞ എല്ലാ പടികളും ആര് ചെയ്യുന്നുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഓൾസോ ക്യാരി ഔട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്, സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, അഡ്വൈസറി ഫംഗ്ഷൻസ് നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഡിക്ലറേഷൻസ് നടത്തുന്നുണ്ട് ആൻഡ് പ്രോസിക്യൂഷൻസും ഉണ്ട്. All of which falls under administrative law. So those 3 options are correct. So final answer എന്താ? All of the above ആണ്. 1, 2 and 3 are correct answers.